بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين كنت نهيتكم عن زيارة القبور ألا فزوروها فإن في زيارتها تذكرة صدق شفيعنا رسول الله صلى الله عليه وسلم يا خير من دفنت بالقاع يعظمه فطاب من طيبهن القاع ولكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിലെ ആദ്യത്തെ 10 വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരല്പനേരം ഇവിടെ കഴിച്ചുകൂട്ടാൻ ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഒരുക്കി
നമ്മൾ ഈ മജ്‌ലിസിൽ സംബന്ധിക്കുന്നത്, സമയം ചെലവഴിക്കുന്നത് മുഴുവനും നമ്മുടെ നോമ്പിൻ്റെ സ്വീകാര്യതയ്ക്കുള്ള വലിയ അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ ഓരോ രാവും പകലും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ല വിഭാഗത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠനത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള മാസമാണ് വിശുദ്ധ റമളാൻ. വിശുദ്ധ റമളാനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നടത്തിയത്. ആ അവതരണത്തിൻ്റെ മഹത്വം ഈ വിശുദ്ധ റമളാനിൻ്റെ മുഴുവനും മഹത്വമാണ്. ഏറ്റവും വിശുദ്ധമായ ഒരു രാത്രിയിൽ ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് വിഭിന്നമായി ഖുർആനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് അവതരണങ്ങൾ നൽകി. ആകാശവാസികളിലും ഭൂനിവാസികളിലും വിശുദ്ധ ഖുർആനിൻ്റെ അനുഗ്രഹം വർഷിക്കാൻ ആ രണ്ട് അവതരണത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമിട്ടു. പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദറിലാണ് ഒന്നാം ആകാശത്തിലേക്കുള്ള അവതരണം നടന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. വിശുദ്ധ റമളാൻ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ മാസമാണെന്നതിനു പുറമെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ മുദാറസത്തുൽ ഖുർആൻ നടത്തിയത് വിശുദ്ധ റമളാനിലാണ്. ഓരോ വർഷവും റമളാനു ശരീഫ് വരെ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ, സൂറത്തുകൾ മുഴുവനും റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം അവർ ഒന്ന് ഓതിക്കൊടുക്കുകയും തിരിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതിക്കൊടുക്കുകയും ചെയ്തത് വിശുദ്ധ റമളാനിലാണ്. ഇതെല്ലാം നമുക്ക് നൽകുന്നൊരു പാഠം, വിശുദ്ധ ഖുർആനിനെ കൂടുതൽ പഠിക്കേണ്ട, പാരായണവും അതിൻ്റെ അർത്ഥതലങ്ങളും വിഷയങ്ങളും ഒക്കെ പഠിക്കാൻ ഏറ്റവും ഉചിതമായ മാസമാണ് വിശുദ്ധ റമളാൻ. ഏതെങ്കിലും ഒരു സൂക്തം, ഒരധ്യായം വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ ആ പഠനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം ബഹുമാനം നൽകിയ കൂട്ടർ ഖുർആൻ പഠിതാക്കളാണ്. അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ട്. ആ സങ്കീർണതകളിലൊക്കെ തങ്ങൾ മറ്റെല്ലാവരെക്കാളും കൂടുതൽ, ലോകത്ത് കഴിഞ്ഞ മുഴുവൻ അമ്പിയാക്കളെക്കാളും കൂടുതൽ ക്ഷമിച്ചിട്ടുണ്ട്. ക്ഷമയുടെ പാഠം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ക്ഷമിക്കലോടുകൂടെ ശത്രുക്കൾക്കെതിരെ ഒരു മാസക്കാലം നീണ്ടുനിന്ന് നാസിലത്തിൻ്റെ ഖുനൂത്ത് പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ പഠിതാക്കളായ കുറെ സ്വഹാബിമാരെ വഞ്ചനയിൽ കൊന്നുകളഞ്ഞപ്പോഴാണ്. അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട എത്രയോ സ്വഹാബി പ്രമുഖന്മാർ ഷഹീദായിട്ട് പോലും ഇത്തരണത്തിലൊരു പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. ഉഹദിൽ എത്ര പേര് ഷഹീദായി,
മറ്റു സമരമുഖങ്ങളിൽ ധാരാളം ആളുകൾ ഷഹീദായിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ ഇவ்விധം വേദനിപ്പിച്ചത് തങ്ങൾക്ക് ഏറ്റവും വലിയൊരു മനോവേദനയായി. ഒരു മാസം 5 വക്ത് നിസ്കാരത്തിലും അവിടുന്ന് ഖുനൂത്തോതി. ആ ചതി ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല തിക്തഫലം കൊടുക്കാൻ. വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ അത്രയും അവിടുന്ന് സ്നേഹിച്ചു, ബഹുമാനിച്ചു, നമുക്കത് പഠിപ്പിച്ചു. ഈ സമൂഹത്തിൽ ഏറ്റവും അധികം ബഹുമാനമുള്ള മാതാപിതാക്കൾ അവരും അവരെ മക്കളും നന്നായി ഖുർആൻ ഓതാൻ അറിയുന്നവരാണ്. ബാപ്പമാർക്കും ഉമ്മമാർക്കും മക്കൾക്കും ഖുർആൻ ഓതാൻ അറിയുന്നവരാണോ അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ. അവരെ പോലെ മഹത്വമുള്ള ആളുകൾ വേറെ ആരുമില്ല. ഏത് വിദ്യാതലങ്ങളെ ആർജിച്ചിട്ടുണ്ടെങ്കിലും സംഭരിച്ചിട്ടുണ്ടെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാത്ത ഒരു കുറവുണ്ടോ അത് ഏറ്റവും വലിയ കുറവാണ്. എല്ലാ കഴിവുകളും ആർജിക്കേണ്ടതുണ്ട്, എല്ലാ ഭാഷകളും മികവോടെ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാം അതിന് പ്രോത്സാഹനം നൽകുന്ന ഏറ്റവും സുന്ദരമായ ആശയം പഠിപ്പിക്കുന്ന മതമാണ്. എല്ലാ ഭാഷകളും പഠിക്കണം. അറബി ഭാഷ മാത്രമല്ല, എല്ലാ ഭാഷകളും കഴിവനുസരിച്ച് പഠിക്കണം ഓരോരുത്തരും. പക്ഷേ ഖുർആൻ ഓതാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കുറവാണ്. അതുപോലെ ഒരു കുറവ്, അതുപോലെ ഒരു പോരായ്മ നമ്മുടെ ജീവിതത്തിൽ വേറെയില്ല. അതുകൊണ്ട് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ഖുർആനിന്റെ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശയ പഠനം മാത്രമല്ല. ഖുർആൻ വശ്യമായ ശൈലിയിൽ ഓതാൻ അറിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിനും ആ മനുഷ്യന്റെ ആത്മാവിനും ആ മനുഷ്യന്റെ കുടുംബത്തിനും സമ്പത്തിനും പരലോക ജീവിതത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മികവ് നമ്മളാരും നിർണയിക്കാനോ നിർവചിക്കാനോ കഴിയാത്തത്രയും വലുതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ച ഒരൊറ്റ ഹദീസ് ഞാൻ പഠിപ്പിക്കട്ടെ. അൽ മാഹിറു ബിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. അൽ മാഹിറു ബിൽ ഖുർആൻ, നല്ല സാമർഥ്യമായി ഖുർആൻ ഓതാൻ കഴിവുള്ളവൻ, ഖുർആനോത്തിൽ മികവുള്ള മനുഷ്യൻ, സുന്ദരമായ ശൈലിയിലും അതിൻ്റെ നിയമവശങ്ങളുമൊക്കെ ചേർത്തുകൊണ്ട് ഖുർആൻ ഓതാൻ കഴിവുള്ള മികവുള്ള ആള്. മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, സമുന്നതരായ പുണ്യാത്മാക്കളായ മഹത്തുക്കളായ മാലാഖമാരോടുകൂടെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയൊരു കാവലല്ല, ചെറിയൊരു സഹായമല്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കഴിയുന്ന അത്രയും നമ്മൾ പഠിച്ചെടുക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന പഠനം, ഇപ്പോൾ ഞാൻ ഇത്രയും വിശദീകരിച്ചത് ഖുർആൻ ഓത്തിന്റെ പഠനമാണ്. അതേറ്റവും പ്രധാനപ്പെട്ട പഠനം അതാണ്. ആ ഒരു കഴിവ് ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് സ്വായത്തമാക്കാൻ പറ്റിയ ഒന്നാണ്. പ്രായഭേദമന്യേ ആർക്കും പഠിക്കാം. അതാണ് ഏറ്റവും വലിയ കഴിവ്. ഖുർആനിന്റെ ആശയ പഠനം എന്ന നിലക്ക് ഈ മാസത്തിൽ നമുക്ക് വലിയ ബന്ധമുണ്ടല്ലോ ഖുർആനിനോട്. സൂറത്തു തകാസുർ, വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം എന്നും ഓതൽ സുന്നത്തുള്ളൊരു സൂറത്താണ് അൽഹാക്കുമു തകാസുർ. ചെറിയ സൂറത്തുകൾ കുറെ എന്നും ഓതൽ സുന്നത്തുള്ള സൂറത്തുകളുണ്ട്. ഇദാ സുൽസിലത്തി അതിൽപ്പെട്ടൊരു സൂറത്താണ്. അതേപോലെ മറ്റൊരു സൂറത്താണ് സൂറത്തു തകാസുർ. വേറൊരു സൂറത്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. നിസ്കാരത്തിലല്ല, അല്ലാതെ തന്നെ ഒരു വിർദായിട്ട് എന്നും ഒരു പതിവായ ദിക്റായിട്ട് എന്നും ഓതൽ സുന്നത്തുള്ള അധ്യായമാണ് സൂറത്തു തകാസുർ. മഹത്വങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് തഫ്സീർ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനം പറയും. ഇൻഷാ അല്ലാഹ് നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ. ഇപ്പോൾ നേരെ വിശദീകരണത്തിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അൽഹാക്കും, നിങ്ങളെ ജോലിയാക്കിയിരിക്കുന്നു, നിങ്ങളെ ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു, നിങ്ങളെ വിനോദത്തിലാക്കിയിരിക്കുന്നു. അൽഹാക്കും, കാര്യത്തിൽ നിന്ന് നിങ്ങളെ കളിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അത്തകാസുറു, പെരുമ പറയലും
വർധനവുണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടവും അതിൻ്റെ ശ്രമങ്ങളും, പെരുപ്പം പറയൽ, പെരുമ പറയൽ, പെരുത്തു ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു. ദുനിയാവിന്റെ സമ്പാദനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന നമ്മളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു, ആ ഓട്ടപ്പാച്ചിൽ യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു. അൽഹാക്കും എന്ന ഒരൊറ്റ പദം ഞാൻ അല്പമൊന്ന് വിശദീകരിക്കട്ടെ. അൽഹാക്കും എന്നത് അൽ ഇൽഹാഉ, ശ്രദ്ധ തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അസ്സർഫു ഇലൽ ലഹ്വി, ലഹ്വിലേക്ക്, വിനോദത്തിലേക്ക് തിരിച്ചു കളയുക, കാര്യത്തിൽ നിന്ന് കളിയിലേക്ക് കൊണ്ടുപോവുക, കാര്യമാത്ര പ്രസക്തമായ കാര്യത്തിൽ നിന്ന് ആവശ്യമില്ലാത്തതിലേക്ക് തിരിക്കുക. ഇന്ന് സമൂഹം അവിടെയാണ്. ആവശ്യമില്ലാത്തതിന്റെ പിന്നിലാണ് കൂടുതൽ നേരം കളയുന്നത്. ആവശ്യമില്ലാത്ത വിഷയത്തിനാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഉദാഹരണം പറയാതെ തന്നെ എല്ലാവർക്കും അത് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഒരാവശ്യവുമില്ലാതെ മെസ്സേജുകൾ വായിക്കുന്നത് എത്ര സമയമാണ്? വോയിസ് മെസ്സേജുകൾ, ശബ്ദ തരംഗങ്ങൾ കേൾക്കുന്നത് എത്ര സമയമാണ്? മറ്റു പലതും കാണുന്നതും കേൾക്കുന്നതും എത്ര നേരമാണ്? ഖുർആൻ വിനോദത്തിന് ഉപയോഗിക്കുന്ന ഭാഷ രണ്ടെണ്ണമാണ്. ഒന്ന് ലൈബ്, മറ്റൊന്ന് ലഹ്വ്. ഖുർആനിലുടനീളം കാണാം ഈ ദുനിയാവിന്റെ ജീവിതം ലഹ്വുൻ വലൈബുൻ. അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നുണ്ട്, രണ്ടും വിനോദമല്ല, മാറ്റമുണ്ട്. ലൈബ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തുള്ള കളി, അതവർ കളിക്കണം. കുട്ടിത്വം വിടാത്ത ഒരു സമയം വരെ കുട്ടികൾക്ക് കളിയുണ്ട്. നല്ല ഒരു പക്വതയിലേക്ക് എത്തുന്ന പ്രായം വരെ കുട്ടികൾ കളിക്കും. ഒരു 12, 13, 14 വയസ്സാകും വരെ കുട്ടികൾ കളിക്കും. അവർ കളിക്കേണ്ട ഒരു സമയം അവർക്ക് ജീവിതത്തിൽ കൊടുക്കേണ്ടതായി ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കൽ സുന്നത്താണെന്നാണ് ഇസ്ലാമിന്റെ പക്ഷം. കുട്ടികൾക്കാണത്. ആ കളിയെ പറ്റിയാണ് ലൈബ് എന്ന് പറഞ്ഞത്. ലഹ്വ് എന്ന് പറഞ്ഞാൽ കുട്ടിത്വമൊക്കെ വിട്ടു പ്രായപൂർത്തി എത്തിയിട്ടും കളി മാറാത്ത ഒരു കളി, അതാണ് ലഹ്വ്. അതിലാണിപ്പോ നമ്മളുള്ളത്. ആ വിനോദത്തിലാ നമ്മളുള്ളത്. ബഹുഭൂരിപക്ഷം ജനങ്ങൾ അതിന്റെ പിന്നിലാണ്. ആ സമയങ്ങളൊക്കെ അവർക്ക് കഴിഞ്ഞുപോയി. കാര്യത്തിലേക്ക് ചിന്തിക്കേണ്ട സമയവും സന്ദർഭവും അടയാളങ്ങളും ഒട്ടേറെ അള്ളാഹു നൽകി. അവരവരെ ജീവിതത്തിൽ, അവരവരെ ശരീരത്തിൽ നീ ഒരു കാര്യബോധമുള്ളവനാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു അവർക്ക് താടി നൽകി, അള്ളാഹു അവർക്ക് മീശ നൽകി. വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു തആല പൗരുഷത്വത്തിന്റെ അടയാളങ്ങൾ നൽകി. സ്വകാര്യമായും പരസ്യമായും അള്ളാഹു നൽകി. പക്ഷേ കാര്യബോധത്തിലേക്ക് എത്തിയിട്ടില്ല. പിന്നെയും ആ താടിക്ക് അല്ലാഹു തആല ഒരു ചേഞ്ച് കൊടുത്തു, അതിന് അല്ലാഹു തആല നിറഭേദം കൊടുത്തു. എന്നിട്ടും മാറ്റം വന്നിട്ടില്ല. ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ ശുഷ്കിക്കാൻ തുടങ്ങി. ചില ഭാഗങ്ങളിൽ പഴയതുപോലെ ഊർജ്ജസ്വലതയും പഴയതുപോലെ ആരോഗ്യസ്ഥിതിയും കിട്ടുന്നില്ല, ശുഷ്കിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വർഷവും കൂടുതൽ കരുത്താർജിച്ച് ആഖിറത്തിലേക്ക് മുന്നോട്ട് നീങ്ങാൻ, കളിയിൽ നിന്ന് നിന്റെ ശ്രദ്ധ മാറ്റി കാര്യത്തിലേക്ക് എത്താൻ സിഗ്നലുകൾ, അടയാളങ്ങൾ ഓരോന്ന് തന്നു കഴിഞ്ഞു. ഇപ്പോഴും ഉള്ളതെവിടെയാണ്? ആ പെരുമ്പറ പറയുന്നതിന്റെ പിന്നിൽ, പെരുപ്പമുണ്ടാക്കുന്നതിന്റെ പിന്നിൽ ആളുകൾ നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിനോദം ലഹ്വ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇൻസിറാഫു ഇലാ മാ യദഉ ഇലൈഹിൽ ഹവാ. ഇമാം റാസി റളിയല്ലാഹു അൻഹു അൽഹാക്കും എന്ന വാക്ക് വിശദീകരിച്ചു പറയുന്നു, നിങ്ങളെ വിനോദത്തിലായി. വിനോദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൽപന്ത് കളി എന്ന് മാത്രമല്ല, പിന്നെയോ അൽ ഇൻസിറാഫു ഇലാ മാ യദഉ ഇലൈഹിൽ ഹവാ. സ്വന്തം ഇച്ഛ ഏതിലേക്ക് നിന്നെ വിളിക്കുന്നോ അതിലേക്ക് നീ തിരിഞ്ഞു പോവുക. നിന്റെ ഇച്ഛ ഏതിലേക്കാ വിളിക്കുന്നത് അതിലേക്കൊക്കെ നിന്റെ ശരീരത്തെ നീ വഴി നടത്തുക. അതാണ് വിനോദം. അതിൽ മിക്കതും കാര്യമാത്ര പ്രസക്തമല്ലാത്തതാണ്, നിനക്കാവശ്യമില്ലാത്തതാണ്. നിന്റെ ഇച്ഛ നിന്നോട് പറയുന്നു, ഇപ്പോൾ നീ നിസ്കരിക്കേണ്ടതുണ്ട്, പക്ഷേ വേണ്ട, ഇപ്പൊ നീ ഉറങ്ങിക്കോ, അതൊരു ലഘുവാണ്.
ഇപ്പോൾ നീ ഫർള് ഐനായിട്ടൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ഇപ്പൊ അത് ചെയ്യേണ്ടതില്ല. ഫർള് കിഫയായിട്ടൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, നീ അതിലേക്ക് പോകേണ്ടതില്ല. ഈ ഇച്ഛ പറയുന്നതിലേക്ക് നമ്മുടെ ശരീരത്തെ എങ്ങനെ വഴി നടത്തുന്നതാണ് ലഹ്വ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലൊരു വിനോദം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, പിടികൂടിയിട്ടുണ്ട്. ഇനി അതിനൊരു അവസാനം വേണോ? ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ മഖ്ബറകളിൽ എത്തുന്നത് വരെ, മരിച്ച് കണ്ണു ചിമ്മിയിട്ട് നിങ്ങളെ ശരീരം മുഴുവനും പൊതിഞ്ഞിട്ട് നിങ്ങൾ മഖ്ബറകളിൽ എത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തഫ്സീർ നിങ്ങൾ മരിച്ചിട്ട് നേരെ ഖബറിലേക്ക് എത്തുക. മറ്റൊരു തഫ്സീറുണ്ട്, ഞാൻ അതിലേക്ക് വരാം. മരിക്കുന്ന സമയം വരെ മനുഷ്യന് സ്വബോധം കിട്ടാത്തൊരവസ്ഥ, അത്തരത്തിൽ ഒരു വിനോദത്തിലേക്ക് അല്ലാഹു നമ്മളെ തള്ളിവിടാതിരിക്കട്ടെ. കാരണം ജീവിതം നഷ്ടമാണ്. പഴയകാലത്തെ മഹാന്മാർ 40 എനിക്ക് 40 എന്ന ഒരു ചിന്ത കൊണ്ട് ഉണർന്നിട്ടുണ്ട്. 25 എനിക്ക് 25 ഇനി ഞാൻ ഉണരേണ്ടവനാണ്. 15 എനിക്കൊരു പ്രായത്തിന്റെ പക്വതയുടെ തുടക്കം അല്ലാഹു തന്നു. നേരത്തെ കഴിഞ്ഞതുപോലെ ഇനി ആയിക്കൂടാന്ന് ചിന്തിച്ചവരാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് 60 ബാധ്യതകൾ പെട്ടെന്ന് 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 വീട്ടിയിട്ട് അവര് ഒരുങ്ങിക്കഴിയുകയാണ്. അവസാനത്തെ നേരവും നോക്കിയിട്ട് ആഖിബത്തിന്റെ സലാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നല്ല ഒരു യാത്രക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ഓരോ ടൈമിലും അവർക്കൊരു മാറ്റമാണ്, മനം മാറ്റമാണ്. ആ മനം മാറ്റത്തിന് അല്ലാഹു തആല അവർക്ക് നൽകുന്ന പ്രായമാണ് ഏറ്റവും വലിയ പരിഗണന. ഇന്ന് തഫ്സീറായിട്ട് എല്ലാ ദർസുകളിലും ഓതുന്ന തഫ്സീറുൽ ജലാലൈൻ, അതിലെ ഒരു മുഫസ്സിറാണ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. 40 വയസ്സായപ്പോൾ മഹാനവർകൾ ഗ്രന്ഥരചനകളൊക്കെ നിർത്തിവെച്ചു. പിന്നെ പറഞ്ഞു, ഇനി ഞാൻ ഇബാദത്തിലേക്ക് നീങ്ങുകയാണ്. മിസ്റിലാണ് മഹാനവർകളുടെ മഖ്ബറയുള്ളത്. അള്ളാഹു അവിടുത്തെ ദറജ ഉത്തരോത്തരം ഉയർത്തിക്കൊടുക്കട്ടെ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയിലേക്ക് എത്തിയ കാര്യം എന്താണ്? 40 ഒരു പ്രത്യേക പ്രാർത്ഥന അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്തേ ആ പ്രാർത്ഥനയിൽ കാര്യമായവൻ ചോദിക്കുന്നത്? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവേ, റബ്ബി ഔസിനി, എനിക്ക് നീ ചാൻസ് തരണം, എനിക്ക് നീ അവസരം തരണം, എന്നെ നീ സഹായിക്കണം. അല്ലാഹ്, അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, എനിക്ക് നീ ചെയ്ത കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി ചെയ്യാൻ. എനിക്ക് മാത്രമല്ല, വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ പലതും ഞാൻ പറ്റിയിട്ടുണ്ട്, പലതും ഞാൻ എടുത്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ ചെയ്ത അനുഗ്രഹങ്ങൾ. അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എണ്ണി പറഞ്ഞാൽ തീർക്കാൻ കഴിയൂല, അത്രയുമുണ്ട്. എനിക്ക് നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്ന് ഒറ്റ ഭാഷയിൽ പറയുന്നത് എന്തിനാണ്? ഓരോന്നെണ്ണിയാൽ എത്ര ആർക്കാണ് തീർക്കാൻ കഴിയുന്നത്? അല്ല ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാൻ കഴിയുന്നവർ ലോകത്താരുമില്ല. വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, അല്ല ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണി കണക്കാക്കാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല, ലോകത്താർക്കും കഴിയില്ല. സഹോദരങ്ങളെ, ഒരു നബിക്കും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ഒരു മഖ്ലൂക്കിനും കഴിയില്ല. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണി കണക്കാക്കാൻ ആർക്കും കഴിയില്ല. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ എനിക്ക് നീ സന്ദർഭം തരണേ അല്ലാഹ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അതിന് നന്ദി ചെയ്യാൻ നീ എനിക്ക് സന്ദർഭം തരണം. പോരാ, വഅൻ അഅമല സാലിഹൻ തർലാഹ്, നീ തൃപ്തിപ്പെടുന്ന ഒരു സുഹൃതം എനിക്ക് ചെയ്യണം. ഇത്രയും കാലം ഞാൻ അങ്ങനെ ചെയ്തോന്ന് എനിക്ക് ഉറപ്പില്ല. ഇപ്പൊ ഞാൻ 40-കാരനാണ്.
40 കൊല്ലം നിന്റെ ഭൂമിയിൽ ഞാൻ ജീവിച്ചു അല്ലാ. വഅൻ അഅമല സാലിഹൻ തർലാ, നീ തൃപ്തിപ്പെടുന്ന, നീ പൊരുത്തപ്പെടുന്ന ഒരു സുഹൃതം ചെയ്യണം, എനിക്ക് നീ അതിന് സന്ദർഭം തരണം. അള്ളാഹുവിന്റെ റിളയുള്ള, തൃപ്തിയുള്ള ഒരൊറ്റ അമല് കിട്ടിയാ പോലെ നമ്മൾ ജയിക്കൂലേ. പക്ഷെ നമ്മൾ ചെയ്തതൊക്കെ അങ്ങനെ ആയി എന്ന് വിലയിരുത്താൻ നമുക്കടിയോ? കഴിയില്ല. നമ്മൾ ചെയ്യുന്നത് പലതും ഷർത്തും ഫർളും സുന്നത്തും ആദാബും ഒക്കാത്തതാണ്. ചോദിക്കുന്നത് പിന്നെ അതാണ്, വഅൻ അഅമല സാലിഹൻ തർലാ, നീ തൃപ്തിപ്പെടുന്ന ഒരു സുഹൃതം ചെയ്യാൻ എനിക്ക് നീ അവസരം തരണം. അതുമാത്രം പോരാ, വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ എനിക്ക് നീ നന്മ ഉണ്ടാക്കി തരണേ അല്ലാ. കാരണം എന്റെ ജീവിതം അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി അവരിൽ എനിക്ക് തിന്മ കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ എനിക്ക് നീ സ്വലാഹിയത്ത് തരണം, നന്മ തരണം. ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. വഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട മെമ്പറാണ്. ഇങ്ങനെ പറഞ്ഞൊരു ദുആ, പ്രായത്തിന്റെ നല്ല പക്വതയുള്ള കാലമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച 40-ല് ആ ഒരു പ്രാർത്ഥനയെ ചിന്തിച്ച് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങള് വിവാദത്തിലേക്ക് അങ്ങ് നീങ്ങുന്നു. ശിഷ്യനോട് പറയുന്നു, നീ ഇവിടെ പുറത്ത് ഖിദ്മത്തിന് നിൽക്കണം, നിന്റെ ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി സമയം ഇവിടെ നിൽക്കണം. ആര് വന്നാലും ഇത്ര സമയമാകുമ്പോഴേ പുറത്തു വരൂ എന്ന് പറയണം. ഇബാദത്ത് തന്നെയാണ് പിന്നെ ഇബാദത്ത്. ആ 40 കാലത്തിനിടക്ക് ഈ ഒരു ജലാലൈനി തഫ്സീർ രചിച്ചത് തന്നെ മതി ആഖിറത്തിലേക്കുള്ള വലിയൊരു സമ്മാനമായിട്ട്, വലിയൊരു സുഹൃതമായിട്ട്. അള്ളാന്റെ ഖുർആനിന് എഴുതി വെച്ച വ്യാഖ്യാനം തന്നെ മതി. എത്ര ദർസുകളിലാണ് സഹോദരങ്ങളെ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മുത്തഅല്ലിമുകളാണ്, ആലിമുകളാണ് അത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മഹാനവറുകൾ 40 ഒരു ചിന്ത, ഒരു പുനർവിചിന്തനം വന്നതാണ്. ഞാനൊരു പക്വതയുടെ പ്രായത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ തകാസുർ എന്ന് പറയുന്ന സംഭവം മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, പെരുമ പറയൽ, പവർ പറയൽ എന്ന് മാത്രമല്ല, അതേ വർധനവുണ്ടാക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ ശ്രമം. സത്യത്തിൽ പവർ പറയുന്നത് വിജയത്തിന്റെ ഏതെങ്കിലും ദിശകൾ മനുഷ്യനിൽ വരുമ്പോഴാണ്. പവർ പറയേണ്ടത് അപ്പോഴാണ്. വിജയം സമ്മാനിക്കുന്നത് 3 രൂപത്തിലാണ്. ഒന്ന്, ശരീരത്തിൽ വിജയമുണ്ടാകും, നഫ്സിലുള്ള, ആത്മാവിലുള്ള വിജയം. മറ്റൊന്ന് ബോഡിയിലുള്ള വിജയമാണ്. മൂന്നാമത്തത് ശരീരവുമായി ബന്ധപ്പെട്ട് പുറത്ത് ഒരുപാട് സംഗതികളുണ്ട്, അതിലുള്ള വിജയമാണ്. ആത്മാവിനുള്ള വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രേഷ്ഠ സ്വഭാവങ്ങൾ, അനുകരിക്കാൻ പറ്റുന്ന അടയാളങ്ങൾ നമ്മിലുണ്ടാവുക. അത് വിജയത്തിന്റെ ലക്ഷണമാണ്, വിജയത്തിന്റെ വിഭാഗത്തിൽപ്പെട്ടതുമാണ്. അതാണല്ലോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് നീ നല്ല അറിവ് തരണം, നല്ല അറിവ് തരണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ സ്വഭാവം എനിക്ക് നീ തരണം. സജ്ജനങ്ങളോട് എന്നെ ചേർത്തി തരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ സ്വഭാവം മുഴുവനും എനിക്ക് നീ തരണം. ബോഡിയിൽ പറയാൻ പറ്റുന്ന വിജയം ആരോഗ്യമാണ്, അഴകാണ്, അത് രണ്ടാമത്തൊരു സ്ഥാനമാണ്. അതേ സമയത്ത് നമ്മുടെ ശരീരവുമായി ചുറ്റിപ്പറ്റിയുള്ള സംഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്തും സ്ഥാനമാണ്, അനിവാര്യമായ ഒന്ന്. മറ്റൊന്നുണ്ട്, അത് കുടുംബങ്ങളും സുഹൃത്തുക്കളുമാണ്. സഹോദരന്മാരെ, ഈ മൂന്നാമത് പറഞ്ഞതാണ് സത്യത്തിൽ ഇവിടെ പറയുന്ന തകാസുർ, പെരുമ്പറ പറയൽ. ഒരു സംഗതി പറയുമ്പോൾ തന്നെ ആളുകൾ പൊതുവെ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ നോക്ക് നിങ്ങൾ, നമ്മുടെ നാട്ടിൽ തന്നെ കാണാം, ഒരു പുതിയാപ്പളിനെ കിട്ടിയിട്ടുണ്ട്, കല്യാണമൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലോണം ദ്വാരക്കണം എന്ന് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞാൽ ഉടനെ ചോദിക്കും, പുതിയാപ്പളക്ക് എന്താ ജോലി ചോദിക്കൂലേ? എന്താണ് അയാളെ സാമ്പത്തികമായ സെറ്റപ്പ്, എങ്ങനെയാ ജീവിക്കാനൊക്കെ, എന്താ വകുപ്പ്? അതല്ലേ അന്വേഷണം, പ്രധാനമായുള്ള അന്വേഷണം അങ്ങനല്ലേ?
എന്നാ പഴയ കാലത്ത് അന്വേഷണം അങ്ങനെയല്ല. പഴയ കാലത്ത് പുതിയാപ്പള ആരാന്നാ ചോദിക്കല്. ആളെ പറയുമ്പോഴേക്ക് തിരിയും, ആളെ ദീനും തിരിയും, ഹുലുക്കും തിരിയും. ദീനും തിരിയും, സ്വഭാവവും തിരിയും. ഇപ്പൊ അങ്ങനെ ആൾക്കാർ പറയില്ലേ. ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോ, ഉസ്താദെ 3 മക്കളാണ്, ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെയാണ് ജോലി, ഇങ്ങനെയൊക്കെ ശമ്പളം, മറ്റേ കുട്ടിക്ക് ഇങ്ങനെയാണ്, മറ്റേ കുട്ടിക്ക് ഇങ്ങനെയാണ്. പറയുന്നത് മുഴുവനും ജീവിക്കാനുള്ള വകുപ്പുകളെ പറ്റി, അവസ്ഥകളെ പറ്റി മാത്രമാണ്. പഴയകാലത്തെ ചർച്ച അങ്ങനെയല്ല. പഴയകാലത്തെ ചർച്ചകൾ അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്തിട്ട് ഒരുപാട് സംഭാവനകൾ അവർ ചെയ്തതാണ്. അതാണ് പഴയകാലത്ത് എണ്ണി പറയുന്നത്. മക്കളെ പറ്റിയൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്. കുട്ടികളുണ്ടായിട്ട് ആ കുട്ടികളിൽ പഴയ കാലത്തുള്ള മഹാന്മാർ കണ്ട സന്തോഷങ്ങളൊക്കെ അങ്ങനെയല്ലേ. ഏറ്റവും വലിയ സന്തോഷങ്ങൾ അവർ കണ്ടത് എപ്പോഴാ? ദീൻപരമായി, സ്വഭാവപരമായി ആ കുട്ടികൾ മുന്നോട്ട് കുതിക്കുമ്പോൾ അപ്പോഴാണ് അവർ മഹത്വം കണ്ടത്. പഴയ കാലത്തുള്ള പണ്ഡിതന്മാരും മരുമക്കളെ അന്വേഷിച്ചതും അങ്ങനെയാണ്. ദീനും ഹുലുക്കുമുള്ളവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മർവ നാട്ടിലെ വലിയൊരു ഖാളിയാണ്, ജഡ്ജിയാണ് നൂഹ് ബിൻ മറിയം എന്ന് പറയുന്ന മഹാൻ. വലിയ പണ്ഡിതനാണ് നൂഹ് ബിൻ മറിയം. തൻ്റെ മകൾക്കൊരു പുതിയാപ്പിളയെ അന്വേഷിച്ച് കുറെ കാലമായി നടക്കാൻ തുടങ്ങിയിട്ട്, അങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ആ മഹാൻ തൻ്റെ തോട്ടത്തിൽ കയറി. നല്ല മുന്തിരിത്തോട്ടമാണ്. മുന്തിരിത്തോട്ടത്തിൽ കയറിയപ്പോൾ അവിടെയുള്ള അടിമയുണ്ട്. ആ അടിമയുടെ പേര് മുബാറക്ക് എന്നാണ്. അടിമയെ വിളിച്ചു പറഞ്ഞു, ഓ മോനെ, അടിമ പോയിട്ട് നല്ല ഒരു കൊല മുന്തിരി പറിച്ചുകൊണ്ടുവരണം. ഒരു കൊല മുന്തിരി നിന്നിട്ട് ക്ഷീണൊക്കെ ഒന്ന് മാറി റാഹത്തോടെ പോകാൻ വേണ്ടിയാണ് നൂഹ് ബിൻ മറിയം എന്ന് പറയുന്ന മർവ നാട്ടിലെ ഖാളി, വലിയ പണ്ഡിതനായ വ്യക്തി ആ അടിമയോട് പറയുന്നത്. അടിമ കാണുന്ന മരത്തിൽ നിന്നൊരു മുന്തിരിക്കൊല പറിച്ചു കൊണ്ടുപോയി കൊടുത്തു. പതുക്കെ ഓരോന്നിങ്ങനെ നാവിലേക്ക് വെച്ചൊന്ന് ചവച്ചു നോക്കുമ്പോൾ അത് പുളിപ്പ് മാറിയിട്ടില്ല, മധുരത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതിന് മധുരമായിട്ടില്ലല്ലോ, വേറൊന്ന് കൊണ്ടുപോവാ. രണ്ടാമത്തത് പറിച്ചു കൊണ്ടുവന്നു, അത് പുളിയിലേക്ക് പോലും എത്തിയിട്ടില്ല, പിന്നല്ലേ മധുരം. വേറൊന്ന് കൊണ്ടുപോവാ. മൂന്നാമത്ത് കൊണ്ടുവന്നപ്പോൾ അത് തീരെ ആയിട്ടില്ല, പഴുക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിയിട്ടില്ല. മൂന്നും ഇങ്ങനെ ആയപ്പോൾ അടിമയെ വിളിച്ച് ചോദിക്കുന്നു, ഇത്രയും കാലമായി, എത്ര കാലം ഇവിടെ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട്? അടിമ പറഞ്ഞു, 8 മാസം. 8 മാസം ഈ തോട്ടത്തിൽ ജോലി എടുത്തിട്ട് നല്ല മധുരമുള്ള ഒരു കൊല മുന്തിരി പറിച്ചുകൊണ്ടുവരാനായിട്ടില്ലേ? അതിനുള്ള പരിചയമൊന്നും കിട്ടിയിട്ടില്ലേ? അപ്പൊ അടിമ പറഞ്ഞു, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടി ഇല്ലേ, ഞാൻ അതേ നിർവഹിക്കാറുള്ളൂ. അതെന്താ? അത് ഈ തോട്ടം നനയ്ക്കുക. താഴെ വീണുപോയ ഒരു മുന്തിരി പോലും എടുത്തിട്ട് പുളിയാണോ മധുരാണോ എന്ന് നോക്കിയിട്ടില്ല. അത് മാത്രമേ നീ നിർവഹിച്ചിട്ടുള്ളൂ, അത് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് നൂഹ് ബിൻ മറിയം ചിന്തിക്കുന്നത്, വലിയ ജഡ്ജിയാണ്, വലിയ പണ്ഡിതനാണ്, വലിയ സാമ്പത്തിക രംഗത്ത് ഉയർന്ന നമ്പർ 1 മുതലാളിയാണ്. ഇത്രയും സൂക്ഷ്മത ഉള്ള ഒരാൾ ഏതായാലും എൻ്റെ മകൾക്ക് പറ്റും. അവിടെയാ ചിന്തിക്കുന്ന, തോട്ടത്തിൽ തൊഴിലെടുക്കാമെന്ന തൊഴിലാളിയാണ്, അടിമയാണ്. പക്ഷെ ഈ കാര്യം ഇപ്പോൾ ഭാര്യയും മറ്റുള്ളവരൊക്കെ സമ്മതിക്കോ? പിന്നുള്ളൊരാശങ്ക അതാണല്ലോ. നൂഹ് ബിൻ മറിയം വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഭാര്യയോട്, നല്ല ഒരു ഭർത്താവിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഗുണങ്ങളൊക്കെ പറഞ്ഞ് അവസാനം വിഷയം പറയുമ്പോൾ നീ വേണ്ടാന്ന് പറയുമെന്നൊരു പേടിയുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ, ദീനിയായ നിലക്ക് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ എനിക്ക് ആശങ്കയൊന്നുമില്ല. ആരാണെന്ന് ചോദിച്ചു. നമ്മുടെ തോട്ടത്തിലെ ജോലിയെടുക്കുന്ന മുബാറക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവനുമായി ബന്ധപ്പെട്ടുള്ള സൂക്ഷ്മതയുടെ അടയാളങ്ങളൊക്കെ എണ്ണിക്കൊടുത്തു. ഞാൻ ആ തോട്ടത്തിൽ പോയി ഇരുന്നിട്ട് പുളിയും മധുരവും എത്തിയ നല്ല മധുരമുള്ളൊരു കുലമുന്തിരി അത് കൊണ്ടുവരാൻ ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും ഇത്രയും കാലം തോട്ടം നനച്ചിട്ടൊരു മുന്തിരി പോലും കഴിക്കാതെ ഞാൻ ഏൽപ്പിച്ച ഉത്തരവനുസരിച്ച് തോട്ടം നനക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്രയും സൂക്ഷ്മതയുള്ള ആളായിട്ട് മുബാറക്ക് എന്ന് പറയുന്ന അടിമയെ കണ്ടപ്പോൾ എനിക്ക് തൃപ്തിപ്പെട്ടു. നിന്റെ അഭിപ്രായം പറയൂ. ആ സന്ദർഭത്തിൽ പറഞ്ഞു, എനിക്കിഷ്ടമാണ്
നിങ്ങൾ മകളോടൊന്ന് ചോദിക്കണം. മകള് പറഞ്ഞു, എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്റെ ദുനിയാവിനും ആഖിറത്തിനും തൃപ്തിപ്പെട്ടതേ എനിക്ക് തരൂ എന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ട് തരുന്ന ദീനും ഖുലുഖുമുള്ള പുതിയാപ്പിളയെ ഞാനങ്ങ് സ്വീകരിക്കും. അതിലപ്പുറം എനിക്ക് വേറൊരു നിയമം പറയാൻ അറിയില്ല. അങ്ങനെ ആ അടിമയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു സ്വതന്ത്രനാക്കി. മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. പിന്നെ അതിൽ വന്ന കുട്ടിയാണ് ലോകപ്രശസ്ത പണ്ഡിതനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. കാരണം ചേരേണ്ട നല്ല കുടുംബങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ അല്ലാഹു തആല അവർക്ക് നൽകിയ സന്താനത്തെ ലോകപ്രശസ്ത പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന വിധം നല്ല ഒരു സ്വാലിഹായ ആലിമായി അല്ലാഹു തആല അവർക്ക് സംഭാവന നൽകി. കാരണം ആ രാജാവ് അന്വേഷിച്ചത്, ആ ജഡ്ജി അന്വേഷിച്ചത് തന്റെ കുടുംബത്തോട് സാമ്പത്തിക രംഗത്ത് കിടയക്കുന്ന ആളെയല്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകളുണ്ട്. അതല്ല അന്വേഷിച്ചത്. നല്ലവണ്ണം കണ്ണഞ്ചിപ്പിക്കുന്ന സമ്പത്തിന്റെ കണക്ക് പറയാൻ പറ്റുന്ന ആളെയല്ല നോക്കിയത്. നോക്കിയതെന്താണ്? അള്ളാഹുവിന്റെ ദീന് എത്രമാത്രമുണ്ട്, ആ ദീനിൽ മികച്ച സ്വഭാവമല്ലേ വറഅ്, സൂക്ഷ്മത, അതെത്രമാത്രമുണ്ട്, അതാണ് നോക്കിയത്. അത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മെ പഠിപ്പിച്ചത്. ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ. ദീനും ഖുലുഖും പൊരുത്തപ്പെടുന്ന ആൾക്കാർ പെൺകെട്ടുമായി വന്നാൽ കെട്ടിച്ചു കൊടുക്കണം. ദീനുണ്ടോ? ഉണ്ട്. ഖുലുഖോ? നല്ല ഖുലുഖാണ്. നമ്മളേതാ നോക്കല്? ഏതാ ആദ്യം നോക്കല്? തങ്ങൾ ആ ഹദീസിന്റെ ബാക്കിയിൽ പറഞ്ഞൊരു വിഷയം കൂടി മനസ്സിലാക്കണം. അവിടെയാണ് ഇന്ന് നമ്മുടെ ലോകമെത്തിയിരിക്കുന്നത്. ദീനും ഖുലുഖും ഉള്ളവരെ നോക്കിയിട്ടല്ല നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ വൈല്ലാ തഫ്അലൂ, അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ തകും ഫിത്നതും ഫിൽ അർളി വഫസാദുൻ കബീർ, ഭൂമിയിൽ വലിയ ഫിത്നയുണ്ടാകും, വലിയ നാശമുണ്ടാകും. പിന്നെ ഈ ബാപ്പയും ഉപ്പയും ഉമ്മാമയും ഒക്കെ നല്ല സ്വാലിഹ്യങ്ങളാണ്. പടക്കൊഴിപ്പോടുകൂടി വീട്ടിലേക്ക് വന്ന മരുമകനോട് ഒന്ന് നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതിനാ എന്നെ പുതിയാപ്പിളായി കൊണ്ടുവന്നത്, നാളെ നിങ്ങളെ മകൾക്ക് വേറൊരാൾ അന്വേഷിച്ചോളൂ, അസ്സലാമു അലൈക്കും, ആള് പോയി. ദീനില്ലാത്തോണ്ടാ. ദീനിന്റെ നല്ല വാസനയുണ്ട്, അശ്രദ്ധയാണ് വന്നതെങ്കിൽ ഉടനെ അനുസരിക്കും, ആ പറഞ്ഞത് ശരിക്ക് കേൾക്കും. ദീനും ഖുലുഖുല്ലേ സാമ്പത്തിക രംഗത്ത് മാത്രം സ്രോതസ്സിന്റെ മികവുള്ള ഒരാളാണ്, വേറെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ മാത്രമുള്ള ഒരാളാണെങ്കിൽ പറയുന്നത് കേൾക്കൂല, ദീനിപരമായിട്ടൊന്നും കേൾക്കൂല, സൽസ്വഭാവം ഒന്നും സ്വീകരിക്കൂല. പിന്നെ അവിടെ എന്താ ഉണ്ടാകുക? അവിടെ ഫിത്നയും ഫസാദും ഉണ്ടാകും. എത്ര കറക്റ്റാണ് ആ ഹദീസ്? നമ്മൾ അനുഭവിക്കുന്ന ലോകത്തുള്ള ഹദീസല്ലേ? അതാ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വിവാഹമോചനത്തിന്റെ വിഷയങ്ങളാണ്. ഞാനത് എണ്ണി പറയുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ദീനും ഖുലുഖുള്ളവരാണോ? അവർ പറഞ്ഞാൽ കേൾക്കും, മനസ്സിലാകും അവർക്ക്. ഇനി അബദ്ധങ്ങൾ സംഭവിച്ചാലും തിരുത്താൻ അവർ തയ്യാറാവും. വേറെ ഏതെങ്കിലും ബേസിലൂടെ മാത്രം ഉയർന്നവരാണോ? അവർ തിരുത്തൂല. അവരവരുടെ ശ്രമങ്ങൾ നോക്കിയിട്ട് മറുകണ്ഠം ചാടാനോ വേറെ ഏതെങ്കിലും വഴിക്ക് പോകാനോ അതാണ് അവർ ശ്രമിക്കുക. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്ന വലിയ ഒരു പണ്ഡിതനെ സമ്മാനിച്ചത് നൂഹ് ബിൻ മറിയം എന്ന് പറയുന്ന വലിയ സമ്പന്നനായ നല്ല പാണ്ഡിത്യമുള്ള ജഡ്ജിയായ മർവാ നാട്ടിലെ ഒരു ജഡ്ജിയുടെ മകളിൽ നിന്ന് ലോകപ്രശസ്തനായ ഒരു പണ്ഡിതൻ വന്നത് പുതിയാപ്പിളയായി തെരഞ്ഞെടുത്തത് ദീനും ഖുലുഖുമുള്ള ഒരു ചെറുപ്പക്കാരെ നോക്കിയിട്ട്. അവിടെയാണ് വിജയം കാണേണ്ടത്. സഹോദരന്മാരെ, പെരുമ പറയലും അതുപോലെ തന്നെ പവർ പറയലും സത്യത്തിൽ ആക്ഷേപിക്കപ്പെട്ട കാര്യമാണെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകും. അനുകരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നതിന് തകരാറൊന്നുമില്ല. ബാപ്പമാര് പഴയകാലത്ത് ചെയ്ത സേവനങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉസ്താദുമാരുടെ അധ്വാനങ്ങൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊന്നും ഈ പറയുന്ന ആക്ഷേപിക്കപ്പെട്ട വിഷയത്തിൽ പെടൂല. അതേ സമയത്ത് ആക്ഷേപിക്കപ്പെടുന്ന വിഷയം നമുക്ക് പവറും നമുക്ക് കിബറും നമുക്ക് അഹന്തയും അഹംഭാവവും ഒക്കെ ഉണ്ടാകുന്ന രൂപത്തിൽ
നമ്മുടെ കണക്കുകളൊക്കെ എണ്ണിപ്പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഞാനും എൻ്റെ കുടുംബവും അത്യാവശ്യം തിരക്കേടില്ല എന്നൊരു വർത്തമാനം. അൽഹാകുമുത് തകാസുർ, തകാസുർ നിങ്ങളെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞു. മഹാന്മാരായ പണ്ഡിതന്മാർ ഇനിയും അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അൽഹാകുമുത് തകാസുർ, സമ്പത്ത് പെരുപ്പിക്കുന്നതിലുള്ള അലച്ച, ആ അലച്ച നിങ്ങളെ വഴിമാറ്റിക്കളഞ്ഞു. അൻ ത്വാഅത്തി റബ്ബിക്കും, റബ്ബിനെ അനുസരിക്കുന്നതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഹത്താ അതാകുമുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് വരുന്നത് വരെ. ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, റമളാനു ഷരീഫാണ്, റമളാനിൽ മാത്രം കിട്ടുന്ന നിസ്കാരമാണ് 20 റക്അത്ത് തറാവീഹ്, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം. ഇപ്പോഴും ജോലി പറഞ്ഞിട്ട് നേരം വൈകി എത്തിയെന്നാ പറയുന്നെങ്കിൽ പിന്നെന്താ കഥ? പിന്നെന്നാ ജോലിയൊന്നും വൈകാതെ എത്തലി എന്നാ പഞ്ഞു വെക്കുമ്പത്ത്. അതാണ് പറഞ്ഞേ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞാൽ ഹത്താ അതാകുമുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് വരുന്നത് വരെ ഹിർസു മാറൂല, അലച്ച മാറുകയില്ല, അലച്ചയുണ്ടാകും. മനുഷ്യനിൽ അല്ലാഹു തആല നൽകിയ ഒരു ചെറിയ ഹിർസുണ്ട്. ആ ഹിർസ് ഇങ്ങനെ വികസിച്ച് 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 വന്ന് സദാ സമയത്തും ദുന്യാവോ ദുന്യാവ് ദുന്യാവോ ദുന്യാവ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യന് ദീനിൽ നിന്ന് വഴിമാറിപ്പോകും. എന്നിട്ട് സാമ്പത്തിക ബാധ്യത അയാൾ വിസ്മരിക്കും. വ്യക്തിപരമായ ബാധ്യതകളുണ്ട്, ഫർള് ഐനായ കാര്യങ്ങൾ, അത് മറന്നുപോകും. നിസ്കാരങ്ങൾ മുടങ്ങിപ്പോകും. അതുപോലെ തന്നെ അയാളുടെ ബാധ്യതകളുണ്ട്, ബാധ്യതകൾ മറന്നുപോകും. എന്റെ വക തഫ്സീർ അല്ല, ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച തഫ്സീറാണിതൊക്കെ. അൽഹാക്കും അൽ ഹിർസു അലൽ മാൽ, സമ്പത്തിന്റെ മേലുള്ള അലച്ച, നിങ്ങൾ അശ്രദ്ധയിലായിത്തി. വത്വലബു തക്സീരിഹി, അതിന്റെ വർധനവ് തേടിയിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലേക്കും പോയി. ഹത്താ മനഅതുമുൽ ഹുഖൂഖൽ മാലിയ, അങ്ങനെ സാമ്പത്തിക രംഗത്തെ അവകാശങ്ങൾ നിങ്ങൾ തടഞ്ഞു വെച്ചു. നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കൃത്യമായി ജമാഅത്തിന് വന്നിരുന്ന, എല്ലാ സമയത്തിനും ജമാഅത്തിന് കൃത്യമായി എത്തിയിരുന്ന സാലബത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. കുറെ പേരിലുണ്ട്, സാലബമാരുണ്ട്, സ്വഹാബിമാര്. സാലബത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സാലബത്ത് ബിൻ ഹാത്തിബാണ് ഉദ്ദേശിക്കുന്നത്. സാലബത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നല്ല സ്വഹാബിയായിട്ട് ജമാഅത്തിനൊക്കെ വന്ന് പങ്കെടുക്കുന്ന വ്യക്തി, അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്പത്തിൽ അധികം ഉണ്ടാകാൻ, വർധനവുണ്ടാകാൻ തങ്ങൾ എനിക്ക് ദുആ ചെയ്യണം. അപ്പൊ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല തന്ന ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കലാണ് നിങ്ങൾക്ക് ഖൈർ. ചിലർക്ക് അങ്ങനെ ഖൈറുണ്ടാകുക. ചിലർക്ക് അല്ലാഹു തആല സമ്പത്ത് അധികം കൊടുത്താൽ അവർ വഴി വിട്ടു പോകുന്നു കരുതിയിട്ട് ലിമിറ്റാക്കി കൊടുക്കും. അത് അല്ലാഹു തആല പിശുക്കനാണെന്ന് വിശദീകരിക്കണ്ട, നമുക്കുള്ള ഖൈർ കണ്ടിട്ട് അല്ലാഹു തആല ലിമിറ്റാക്കിയതാണ്. അധികം തന്നാൽ നമ്മൾ പരിധി വിട്ടുപോകും. അപ്പോൾ പാകത്തിന് മതിയെന്ന് അല്ലാഹു തീരുമാനിച്ചു, പിന്നെ നമ്മൾ എന്തിനാലും ബേജാറാണ്. ചിലർക്ക് അത്ര കൊടുത്താൽ പോരാ, അവർക്ക് നല്ലോണം കൊടുക്കണം. കാരണം അവരെ സമ്പത്ത് കൊണ്ട് അവർക്കും സമൂഹത്തിനും മൊത്തം ഉപകാരമുണ്ട്, അതുകൊണ്ട് അവർക്ക് ധാരാളം കൊടുക്കണം എന്നുള്ള തീരുമാനിച്ചു. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് അല്ലാഹു തആല കൊടുത്തിട്ടില്ലല്ലോ. കൊടുക്കാൻ അല്ലാഹുവിന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞ തീയറി എങ്ങനെ, വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ്, എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക വിശാലത, ആരോഗ്യ വിശാലത, ദീർഘായുസ്, സൗകര്യങ്ങൾ വിശാലമാക്കി അല്ലാഹു കൊടുത്താൽ എന്തുണ്ടാകും? ലബഗൗ ഫിൽ അർദ്, അതിക്രമം ചെയ്യും. വലാകി യുനസ്സിലു ബിഖദരി മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന കണക്കനുസരിച്ച് അല്ലാഹു തആല ഇറക്കി കൊടുക്കും. അപ്പൊ ആ സ്വഹാബിക്ക് സമ്പത്ത് അധികം ഉണ്ടായ സംഗതി പോക്കാന്ന് കരുതിയിട്ടാ തങ്ങൾ പറഞ്ഞത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എന്നെ പോലെ അങ്ങനെ ജീവിച്ചാ പോരെ നിങ്ങൾ, പോരാന്ന് വീണ്ടും 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 വാശി പിടിച്ചപ്പോൾ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു, പടച്ചോനെ സമ്പത്ത് അധികം കൊടുക്കല്ലാന്ന്. എന്നാ പിന്നെ എല്ലാവർക്കും അങ്ങനെയാണോ തങ്ങൾ ദുആർന്നത്? അല്ല, സമ്പത്ത് അധികം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായി ദുആർന്ന ആൾക്കാർ വേറെയുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. കൂട്ടത്തിൽ ഒരു മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ തങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട്. ആ വീട്ടിൽ തങ്ങൾ വരാൻ കാരണം ആ വീടുമായി വലിയൊരു ബന്ധമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ തങ്ങളുടെ അമ്മായിയാണ്. ഇടക്കിടക്ക് ആ വീട്ടിൽ വന്ന് തങ്ങൾ വിശ്രമിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോ മഹദി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഖുവൈസ,
എനിക്കൊരു ചെറിയ പ്രത്യേകതയുണ്ട്. മദീനയിൽ പലർക്കും കിട്ടാത്തൊരു പ്രത്യേകത അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. എന്താണത്? ഖാദിമുക അനസു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകൻ അനസാണ് തങ്ങളെ ഖാദിമ്. തങ്ങളെ ഖാദിമിന്റെ മോനല്ലേ? എനിക്ക് അല്ലാഹു തന്നൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഉദ്ഉല്ലാഹ ലഹു, എന്റെ മകന് വേണ്ടി തങ്ങൾ ഒന്ന് ദുആർക്കണം നബിയെ. വീട്ടിൽ നിന്ന് തങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്ന ഇറക്കത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു പോയി, അല്ലാഹുമ്മ അക്സിർ മാലഹു, സമ്പത്ത് അധികം കൊടുക്കുക അല്ലാഹ്, വവലദഹു, സന്താനങ്ങളും അധികം കൊടുക്കുക അല്ലാഹ്, വഅദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു രണ്ടെണ്ണം ഞാൻ ഇവിടുന്ന് കിട്ടി. തങ്ങൾ ചോദിച്ച രണ്ടെണ്ണം എനിക്ക് കിട്ടി. മൂന്നാമത്തത് കിട്ടും. ആ താല്പര്യത്തിൽ ഞാൻ ഇങ്ങനെ കടിയാണ്. സാമ്പത്തികമായിട്ട് വർധനവ് ചോദിച്ചു. കിട്ടിയോ? കിട്ടി. മദീനയിൽ സാധാരണ കാരക്കയും ഈത്തപ്പഴമൊക്കെ ഉണ്ടാകുന്ന സീസൺ ചൂടുകാലമാണ്. എല്ലാവർക്കും അറിയാലോ, ഗൾഫ് പോയവർക്കൊക്കെ അറിയാലോ. ചൂടുകാലത്ത് നല്ലോണം പഴുത്തിങ്ങനെ പറിക്കൂലേ? അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ ശൈത്യകാലത്തും കാരക്കുണ്ടോ, ഈത്തപ്പഴം ഉണ്ടാവും. ഈ ദുആന്റെ ഫലമാണ് അല്ലാഹുമ്മ അക്സിർ മാലഹു, സന്താനങ്ങളെയും അധികം കൊടുക്ക്. മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസ് വിശദീകരിച്ചു പറഞ്ഞു, സ്വന്തം മുതുകിൽ നിന്ന് തന്നെ 100-ലധികം മക്കൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. പേരക്കുട്ടികളെ നോക്കിയിട്ടല്ല കേട്ടോ, മക്കളും പേരക്കുട്ടികളും നോക്കിയിട്ട് നമ്മളെ ഈ കോർഡിനേഷൻ പരിസരത്തുള്ള എല്ലാ ആൾക്കാരും കൂടി അപ്പുറം ഉണ്ടാകും. മൊത്തം അല്ലാഹുമ്മ അക്സിർ വലദഹു, സമ്പത്ത് അധികം, സന്താനം അധികം കൊടുക്കുന്ന പറയുമ്പോൾ സന്താനം സ്വന്തം മക്കൾ തന്നെ 100-ലധികം ഉണ്ട്. പേരക്കുട്ടികൾ വേറെ. ഈ മക്കളൊക്കെ പരിരക്ഷിക്കാനും പോറ്റാനുള്ള നല്ല സമ്പത്തും അല്ലാഹു തആല കൊടുത്തു. ഒരു കുറവും സമ്പത്തിൽ കൊടുത്തിട്ടില്ല. തങ്ങൾ ദ്വാരുന്നതല്ലേ. മൂന്നാമത്തത് ഞാൻ കാത്തു കഴിയാണ്. അതെന്താ? വഅദ്ഖിൽഹുൽ ജന്ന, സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണം അല്ലാഹ്. ആ ശിഷ്യന് വേണ്ടി തങ്ങൾ ദുആ ചെയ്ത അങ്ങനെ. അതുകൊണ്ട് ആർക്കും സമ്പത്തുണ്ടാകാൻ ദ്വാരന്നിട്ടില്ല എന്ന് കരുതണ്ട. പക്ഷെ ഓരോരുത്തരെയും മൈൻഡ് തങ്ങൾക്കറിയാലോ, അവരെ ആക്കിബത്ത് അറിയാലോ, അവരെ ഉള്ളും കള്ളിയൊക്കെ അറിയില്ലേ. അതുകൊണ്ടാണ് സാലബിയോട് പറഞ്ഞ് നിങ്ങൾക്ക് ഉള്ളത് തന്നെ പോരേന്ന് പറഞ്ഞത്. പോരാന്ന് വാശി പിടിച്ച് പലവട്ടം വന്ന് പറഞ്ഞപ്പോൾ സമ്പത്ത് അധികം കൊടുക്കല്ലാന്ന് വരുന്നു. ആരോ 2 ആടിനെ കൊടുത്തു. ആ 2 ആടിനെ ഇങ്ങനെ വളർത്തി കൊണ്ടുപോകുമ്പോൾ പിന്നെ ആട് പ്രസവിച്ച് 5 എണ്ണമായി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ, കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ 10 എണ്ണമായി. പിന്നെ അങ്ങനെ വികസിച്ച് 100-150 ആയി. 100 ഇങ്ങനെ ഒരു 40-ന്റെ പരിധിയൊക്കെ ഇങ്ങനെ വിട്ട് കടന്നപ്പോ പിന്നെ ജമാഅത്തൊക്കെ പതുക്കെ ഇങ്ങനെ മുടങ്ങി. അൽഹാക്കുമുത് തകാസുർ, ജമാഅത്തൊക്കെ മുടങ്ങി. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരും, സുബൈക്കോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ വരും. പിന്നെ മറ്റൊക്കെ മുടങ്ങി. പിന്നെ ഇതിലായി ശുഗലായി. പിന്നെ എല്ലാ ജമാഅത്തും നിർത്തലാക്കി, ജുമുഅ മാത്രമായി. ആടുകൾ 100-ലധികം അധികരിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞയച്ചു. സകാത്ത് തരാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ സഅലബ പറഞ്ഞു, അതിനായിട്ടില്ല. കണ്ടോ നിങ്ങൾ റാസി ഇമാം നിങ്ങൾ എഴുതിയ തഫ്സീർ കണ്ടോ? സമ്പത്തിനോടുള്ള അലച്ച കൊണ്ട് നിങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ വരെ തടഞ്ഞു വെക്കും. കൊടുക്കേണ്ടത് കൊടുക്കൂല. കൈ കണക്കനുസരിച്ചുള്ളത് കൊടുത്താൽ മതി, ഏറെ കൊടുക്കണ്ട. സക്കാത്തല്ലേ സഹോദരങ്ങളെ? 40 എണ്ണത്തിന് ഒരു ആട് കൊടുത്താൽ പിന്നെ 100 കഴിഞ്ഞിട്ടല്ലേ അടുത്തൊരു സംഖ്യ വരുന്നത്. അത്രയും വരെ അല്ലാഹു തആല ചോദിക്കുന്നത് ഒരാടിനെയല്ലേ. എത്ര വർഷം ആ എണ്ണമാണെങ്കിലും ഓരോ ആടല്ലേ ചോദിക്കുന്നത്. വർഷത്തിൽ ഒരാടല്ലേ ചോദിക്കുന്നത്. 2 എണ്ണം വരെ അല്ല ചോദിക്കുന്നില്ലല്ലോ. 40 കഴിഞ്ഞാൽ പിന്നെ നോക്ക്, നിങ്ങൾ 100 കഴിയണ്ടേ അടുത്തൊരക്കത്തിലേക്ക് വരണമെങ്കിൽ. ഇത്ര എളുപ്പമാണ് അള്ളാഹുവിന്റെ നിയമം. പക്ഷേ അലച്ച കൂടിയാൽ ഒന്നും തരാൻ തോന്നൂല, എല്ലാം വിസമ്മതിക്കും. മരിക്കുന്നത് വരെ സംഗതി അങ്ങനെ ഉണ്ടാകും. സാലബ പറഞ്ഞു, സക്കാത്ത് തരാൻ മാത്രമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. കണക്കനുസരിച്ചായിട്ടുണ്ട്, അലച്ച കൂടിയിട്ടാണ്. സഹാബത്ത് തിരിച്ചു പോന്നു. തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, വൈഹ സാലബ, യാ വൈഹ സാലബ, സാലബക്ക് സംഭവിച്ചൊരു നഷ്ടം. ഇത്ര നല്ല മനുഷ്യനായിരുന്നു. കൃത്യമായി നിസ്കാരത്തിനും ജമാഅത്ത്, നിസ്കാരമൊന്നുമില്ല, ജുമയില്ല. അപ്പൊ ഏതെങ്കിലും കുന്നിന്റെ മുകളിൽ ഈ ആടുകെട്ടുകൾ അങ്ങനെ കൂടുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ഗതിയെത്തി. ആടുകൾ ഇങ്ങനെ വർദ്ധിച്ചു. 200, 250, 300 ആയി. തങ്ങളങ്ങ് വഫാത്തായി. അതിനിടയ്ക്ക് ഒരൊറ്റ സക്കാത്തും കൊണ്ടുവന്നില്ല. പിന്നെ ഏതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ
സക്കാത്തുമായിട്ട് വന്നപ്പോ തങ്ങൾ സ്വീകരിക്കാത്ത സക്കാത്ത് എനിക്ക് വേണ്ട. തങ്ങളെ കാലത്ത് കൊടുക്കാതെ തടഞ്ഞു വെച്ച സക്കാത്തല്ലേ, കണക്കനുസരിച്ച് അന്ന് തങ്ങൾ ചോദിച്ചില്ലേ, ഹബീബായ തങ്ങൾക്ക് കൊടുത്തില്ലല്ലോ, എനിക്കത് വേണ്ട. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും സ്വീകരിച്ചില്ല. അങ്ങനെ അങ്ങ് ആള് തീർന്നുപോയി. അത് സംബന്ധിയായിട്ടാണ് അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കിയത്. വമിൻഹും മൻ ആഹദല്ലാഹ്, മുനാഫിക്കുകളിലുണ്ടൊരു വിഭാഗം, അവർ അള്ളാഹുവിനോട് വാഗ്ദത്തം ചെയ്യും, ലഇൻ ആതാനാ മിൻ ഫളിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ശകലം അള്ളാഹു നമുക്ക് തന്നാൽ ലനസ്സദ്ദഖന്ന, നമ്മൾ ധർമ്മം ചെയ്യും, വലനകൂനന്ന മിനസ് സാലിഹീൻ, നമ്മൾ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടു പോകും, സജ്ജനങ്ങളിൽ നമ്മൾ ചേരും. അള്ളൊന്ന് തന്നു നോക്കട്ടെ, നമ്മൾ അങ്ങ് ചേരും. അള്ള പറയുന്നു, ഫലമ്മാ ആതാഹും മിൻ ഫളിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നൊരു ശകലം അള്ളങ്ങ് കൊടുത്തപ്പോ ബഖിലൂ ബിഹി, അവര് പിശുക്ക് കാണിച്ചു, വതവല്ലൗ, അവര് മുഖം തിരിച്ചു കളഞ്ഞു, വഹും മുഅ്രിദൂൻ, സത്യം സ്വീകരിക്കാതെ അതിനെ അവഗണിച്ചു കളഞ്ഞു. എത്ര കറക്റ്റാണ്. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, അത് കാരണം അവരെ മനസ്സിൽ നിഫാഖ് വന്നുപോയി, കാപട്യം വന്നുപോയി, ഇസ്ലാം ഒന്ന് പുറത്തായിട്ടാണ് അവസാനം സാലബ് മരിച്ചുപോയത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാ റാസി ഇമാം തങ്ങൾ പറഞ്ഞത്, അൽഹാക്കുമുത് തകാസുർ ഫലാ തൽതഫിതൂന ഇലദ്ദീൻ. പെരുമ വർധനവുണ്ടാക്കി പിന്നെ ദീനിലേക്ക് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അള്ളാഹു തആല നിങ്ങൾക്ക് തന്നിരുന്നൊരു സ്റ്റേജ്, അതിലങ്ങനെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ അതിലപ്പുറം വേണമെന്ന് ചിന്തിച്ച് സാമ്പത്തികമായ ഒരുപാട് ബാധ്യതകളും കുറവുകളും ഉണ്ടാക്കി. അല്ലേ? ഇപ്പോഴും കണ്ടില്ല നിങ്ങൾ ആൾക്കാർ ജീവിക്കാൻ മാത്രം പാകത്തിൽ അല്ലാഹു തആല സമ്പത്ത് കൊടുത്തിരുന്നു. ഇനി അതങ്ങനെ പുഷ്ടിപ്പെടുത്തിയാൽ മതി. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ആരോന്ന് വന്നിങ്ങനെ സൂചിപ്പിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇതുകൊണ്ട് മാത്രം കഴിയണ്ട, വേറൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ പ്രയോഗിച്ചാൽ ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ഒരു മാസം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ പലരിൽ നിന്നും വാങ്ങിയിട്ട് സമ്പത്തയിലേക്ക് കിട്ടും. അത് പൊട്ടി, ഈ ആൾക്കാർക്കോ കടമായി. അപ്പൊ അവരെ കടം വീട്ടാൻ വേണ്ടി വേറെ ഭാഗത്തുനിന്ന് വാങ്ങിയിട്ട് വേറൊന്ന് തുടങ്ങി, അതും പൊട്ടി. അത്യാവശ്യം ജീവിക്കാൻ മാന്യമായ നിലക്കല്ല കൊടുത്തിരുന്നു. അലച്ചങ്ങോട്ട് മൂത്തിട്ട് അവിഹിത മാർഗങ്ങളിലൂടെ പോയിട്ട് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ കോടിക്കണക്കിന് കടമായിട്ട് ഒരു നാട് വിട്ടുപോയി. അല്ലേ? നാട്ടിൽ വന്നിട്ട് മുഖത്തോട് മുഖം നോക്കാൻ കഴിയാതെ. എന്താ അതിന്റെ പിന്നിൽ അവരെ പ്രേരിപ്പിച്ചത്? അൽ ഹിർസു അലൽ മാൽ, സാമ്പത്തിക രംഗത്തുള്ള അലച്ച. പാകത്തിനല്ല കൊടുത്തിരുന്നു. അയാൾക്കും 4-5 അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ, അധ്വാനിച്ചാൽ നല്ല റാഹത്തോടെ പോകാൻ. അതങ്ങനെ കരിപ്പിടിപ്പിച്ച് വളർത്തിയാൽ മതി. അതൊന്ന് കാലുറച്ച് റെഡിയായിട്ട് സൗകര്യപൂർവ്വം അടുത്തേ കിടന്നാൽ മതി. തുടങ്ങിയപ്പോ തന്നെ ഏതോ ഒരുത്തം വന്നിങ്ങനെ മന്ത്രിച്ചു, ഇങ്ങനെ ഒരു വകുപ്പുണ്ട്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് അതിലേക്കൊന്ന് ഇട്ട് നോക്കി. അപ്പൊ അതിലിട്ട്. വേറെ ആൾ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വെപ്പുണ്ട്, അതിലിട്ട്. ഞാൻ വർത്തമാന കാലത്തെ കഥകൾ പറയാണ്, എനിക്ക് കോഴിക്കോട്ടെക്കാടിന്റെ സംഭവങ്ങൾ പറയല്ല, മൊത്തത്തിൽ നടക്കുന്ന കഥ പറയാണ്. സത്യത്തിൽ എത്ര വലിയ നാണക്കേടാണ്. മരിച്ചു പോകുന്ന സമയത്ത് ബാധ്യതകൾ ഭാരമാക്കി ബാക്കി വെച്ചിട്ടില്ലേ അവർ പോകുന്നത്? കോടിക്കണക്കിന് സഹോദരങ്ങൾ ആര് വിട്ടാനാ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പാകത്തിനുള്ളതിൽ അള്ളാഹു നമുക്ക് വർക്കത്തേറ്റി തരട്ടെ. വർക്കത്തുണ്ടായാൽ അത്ര കുറച്ച് മതി, സന്തോഷത്തോടെ മുന്നോട്ട് പോകാലോ. അപ്പൊ ഇങ്ങനെ ജീവിച്ചാൽ ഫലാ തൽതഫിതൂന ഇലദ്ദീൻ, ദീനിലേക്ക് പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കൂല. ബൽ ഖുലൂബുക്കും കഅന്നഹാ അഹ്ജാർ, നിങ്ങളെ മനസ്സ് കല്ല് പോലെയായി തീരും. ലാ തൻകസിറു അൽബത്ത, ഒരിക്കലും അത് തകർന്നു പോകൂല, താഴ്ന്നു പോകൂല. ഇല്ലാ ഇദാ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിടങ്ങളിലെത്തിയാൽ, കുടിമാടങ്ങളിലെത്തിയാൽ അല്ലാതെ. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ വഴിക്ക് നല്ല രൂപത്തിലേക്ക് മുന്നോട്ട് പോകണം. അൽഹാക്കുമുത് തകാസുർ, എത്ര സാമ്പത്തിക രംഗത്ത് വർധനവുണ്ടായിട്ടും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ശ്രദ്ധ മാറാത്തൊരു കൂട്ടര് ലോകത്തുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല അവരെ മഹത്വം എണ്ണി പറയുന്നുണ്ട്. ലോക മുഅ്മിനീങ്ങൾക്ക് മാതൃകയായിട്ടാണ് അവരെ അല്ലാഹു പഠിപ്പിക്കുന്നത്. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നു, റിജാലുൻ, അവരെ പറ്റി പറഞ്ഞ എന്നാ വാക്കാണ്? റിജാലുൻ, അവർ ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ എന്ന് പറയാൻ പറ്റുമോ അവരെ പറ്റി? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ,
അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാ. എത്ര വലിയ ബിസിനസ് ഉണ്ടായാലും എത്ര വലിയ ഏർപ്പാടുണ്ടായാലും ലാ തുൽഹീഹിം, അവരെ ശ്രദ്ധ മാറ്റിക്കളയൂല, ഒരിക്കൽ പോലും അവരെ മനസ്സിനെ തിരിച്ചു വിടൂല. അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ഒരിക്കലും അവർ പറകോട്ട് പോകൂല, തിരിഞ്ഞു പോകൂല. വഇഖാമിസ് സ്വലാ, ജമാഅത്ത് നിസ്കാരം അവർക്ക് മുടങ്ങി പോകൂല. വഇതാഇസ് സകാ, സകാത്ത് കൊടുക്കുന്നത് മാറിപ്പോകൂല. കറക്റ്റായിട്ട് ഇതൊക്കെ നിർവഹിക്കുന്ന നല്ല കച്ചവടവും ബിസിനൊക്കെ ചെയ്തു കൂടുന്ന ആളുകളുണ്ട്. സ്വഹാബത്തിനെ പറ്റി പറഞ്ഞതാണ്. എന്തേ അവരങ്ങനെയാകാൻ കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണും കൽബും മാറി മറിയുന്നൊരു ദിവസം വരാനുണ്ട്. അന്ന് കൽബിന് പേടിയാണ്, കണ്ണിന് നേർക്ക് നേരെ നോക്കാൻ കഴിയാതെ മേലോട്ടല്ലേ ഒക്കെ നോക്കുന്നത്. ആ ദിവസത്തെ കുറിച്ച് പേടിച്ച് ചിന്തിച്ച് ഇവിടെ കച്ചവടം ചെയ്ത സ്വഹാബത്തുണ്ട്, സാമ്പത്തിക രംഗത്ത് വലിയ വർധനവ് വന്ന സ്വഹാബത്തുണ്ട്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ എത്ര സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ടും അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന, അള്ളാഹുവിലേക്ക് ശ്രദ്ധ വിടുന്ന ഒരു കാര്യം അവർക്കുണ്ടായിട്ടില്ല. അള്ളാഹു തആലാനെ ഓർക്കുന്നതിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കളയുന്നൊരു വിഷയം ഉണ്ടായിട്ടില്ല. കച്ചവടമൊക്കെ ചെയ്യുന്നവര് കച്ചവടമൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അവരാ കച്ചവടത്തിൽ നിന്ന് മാറിയിട്ട് കച്ചവടത്തിൽ നിന്ന് ശ്രദ്ധ മാറാതെ തന്നെ ജമാഅത്തിനെത്തി. ഇത് അങ്ങോട്ട് മാറ്റിയാൽ മതി. മാറാതെ തന്നെ അവർ ജമാഅത്തിനെത്തി. കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്, തൽക്കാലം ആ ടൈമിൽ ലീവാക്കി ജമാഅത്തിനെത്തി. കറക്റ്റ് സക്കാത്ത് കൊടുത്ത് അവർക്ക് ഒരു വിഷയം മുടങ്ങാതെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയം വന്നാൽ അവരെ സമ്പത്ത് അതിലേക്ക് കൊടുക്കാൻ ഒരു മടിയില്ലാത്ത മഹാന്മാർ. ഉദാഹരണം പറയട്ടെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നല്ല സമ്പത്തിന്റെ ഉടമയാണ്, നല്ല സമ്പന്നനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പാരമ്പര്യമായിട്ട് നല്ല സമ്പത്തുണ്ട്, വാപ്പയിൽ നിന്ന് കിട്ടിയ സമ്പത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആ സമ്പത്ത് മുഴുവനും എത്ര വേണമെങ്കിലും അല്ലാഹു തആല കൽപ്പിച്ച മാർഗത്തിൽ കൊടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്ന, ആഖിറത്തെ ഓർക്കുന്ന ഒരു വിഷയം വന്നാൽ സമ്പത്ത് വെച്ച് നീട്ടിക്കൊടുക്കാൻ ഒരു മടിയില്ലാത്ത ഒരു ഹൃദയം. എത്രയും കൊടുക്കും, എത്രയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അത്രയും കൊടുക്കും. ഒരു ഉദാഹരണം പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിക്ക് 1-2-3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് ഒരു സ്വഹാബി ദിക്റിനും ഇരിക്കുന്നില്ല, ദുആഇനും ഇരിക്കുന്നില്ല, പെട്ടെന്ന് പോകുന്നു. തങ്ങൾ ദിക്റും ദുആഒന്നും കഴിയാതെ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കൂല. ഒരിക്കൽ തങ്ങൾ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റൊന്നും ഇരിക്കാതെ എണീറ്റ് പോയി. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ സ്വഹാബത്തൊക്കെ പേടിച്ചു, എന്താ അങ്ങനെ? കാരണം ദിക്റും ദുആഇനൊക്കെ കഴിഞ്ഞിട്ടേ അവിടുന്ന് എണീക്കുള്ളൂ നിസ്കാരം കഴിഞ്ഞിട്ട്. സ്വർഗത്തിലേക്ക് പോകുന്നൊരു മാർഗ്ഗമാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ ദുആ എന്ന് പറഞ്ഞാൽ. ചെറിയ സംഗതിയാ, അത് മുടങ്ങാതെ നിർവഹിക്കും. ഒരു ദിവസം അസ്ർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കുറച്ച് സമയം ഇരുന്ന് പെട്ടെന്ന് എണീറ്റ് പോയി. സ്വഹാബത്തൊക്കെ അവിടെ തന്നെ ഇരുന്നു. എന്താ ഇപ്പം ഇന്ന് സംഗതി? അവർക്കാർക്കും പിടുത്തം കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഒന്നുമല്ല, ഞാൻ എണീറ്റ് പോയപ്പോൾ നിങ്ങൾക്കൊക്കെ വേജാറ് വന്നിട്ടുണ്ടോ, എന്താ ഇപ്പം അങ്ങനെ പോയത് എന്നല്ലേ? അവിടെ ഒരു സ്വർണത്തിന്റെ കട്ടി കൊണ്ടുവന്നിരുന്നു. ഒരു സ്വർണ്ണക്കട്ടി ആരോ കൊണ്ടുവന്നാണ്, ഒരു സ്വതക്ക. അത് അർഹരായ ആളുകൾക്ക് പെട്ടെന്ന് വീതിച്ചു കൊടുക്കാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാൻ പോയതാണ്. ഇനി ഇവിടെ ഇരുന്നാൽ നേരം പകണ്ട, കിട്ടുന്ന ആൾക്കാർക്ക് വേഗം കിട്ടിക്കോട്ടെ എന്ന് കരുതി അതിനാ പോയത്. തങ്ങൾ അവിടെ തന്നെ ഇരുന്ന് വീണ്ടും ദിക്റുകളും കാര്യങ്ങളുമായിട്ട് വീണ്ടും മുഴുകി. ഒരു സ്വഹാബി സുബഹിക്ക് ദിക്റൊന്നും ചെല്ലാതെ സലാം വീട്ടിയ ഉടനെ പോകുക. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഭക്തി കൂടിയിൽ അങ്ങനെ പോകലുണ്ട്. ഒന്നാമത്തെ സൊഫിൽ വരും, സലാം വിട്ടിയ ഉടനെ പോകും. ഭക്തി കൂടിയിട്ടാണ് ആൾക്കാർ കരുതും, അല്ലാതെ വിരോധം കൂടിയിട്ടാണ്. അവരല്ലാഹു നന്നായി കൊടുക്കട്ടെ. അവിടെ നിന്ന് ദിക്റല്ലി ചെയ്തിട്ടും ദ്വാരുന്നിട്ടും ഒന്നും വരാനൊന്നുമില്ല, എളിഞ്ഞു പൊളിഞ്ഞ് വീഴാനൊന്നുമില്ല, ഈമാനൊന്നും പോകൂല. ഈമാൻ ഒരു പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ ഒരു കാര്യമാണ് ആ ദിക്റും ദ്വാ എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ പെട്ടെന്ന് ചൂടുള്ള പാറമെന്ന് എണീറ്റ് പോകുമ്പോൾ എണീറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ആദർശമല്ല, ഒരു ആവേശമല്ല, ഒരു ആശയമല്ല, ഒന്നുമല്ല. അവിടെ നിന്ന് ദിക്ർ ചൊല്ലലാണ് ആദർശം എന്ന് പറഞ്ഞു. സുന്നത്തും അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ടും ദിക്ർ ദായിമായി ചൊല്ലിയിട്ടുണ്ട്, മുടങ്ങാതെ തന്നെ ധാരാളം ചൊല്ലിയിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ തങ്ങൾ അന്വേഷിച്ചു, എന്താ ഒരു സ്വഹാബി അങ്ങനെ പോകുന്നുണ്ടല്ലോ. ആ സ്വഹാബിനെ വിളിച്ചു. സുബഹിക്ക് ദിക്റിനിരിക്കാതെ നിങ്ങൾ പോകുന്നത് കണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളെ അറിയാതെ പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് ഊരിപ്പോരലാണ്. എന്തേ കാരണം? ഒന്നുമല്ല,
ഞാൻ ഒരു ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റൊക്കെ കഴിഞ്ഞ് പോകുമ്പോ എൻ്റെ വീട്ടിലെ ചെറിയൊരു മോനുണ്ട്, ചെറിയൊരു കുട്ടി. കതക് പതുക്കെ തുറന്നിട്ട് ആ കുട്ടി മുട്ടുകുത്തി മുന്നോട്ട് വരുന്ന കുട്ടിയാണ്. മുട്ടുകുത്തി നടക്കാനേ ആയിട്ടുള്ളൂ. മുന്നോട്ട് വന്ന്, നല്ല വിശപ്പുള്ള സന്ദർഭമാണല്ലോ, കാര്യമായിട്ട് നമ്മളെപ്പോലെ അവർക്ക് ഭക്ഷണങ്ങളൊന്നും ഇല്ല. മുന്നിൽ വന്ന് മുറ്റത്ത് കാണുന്ന കാരക്ക, ഈത്തപ്പഴങ്ങൾ ഓരോന്നെടുത്ത് എൻ്റെ കുട്ടി ഭക്ഷിക്കുന്ന രംഗം കണ്ടപ്പോ ഞാൻ പേടിച്ചുപോയി. ആ കാരക്കകൾ, ഈത്തപ്പഴങ്ങളൊന്നും എന്റേതല്ല, അയൽപ്പക്കത്തുള്ള മനുഷ്യന്റെ മുറ്റത്തുള്ള ഒരു ഈത്തപ്പഴ മരം. അത് ഇങ്ങോട്ടാണ് ചാഞ്ഞു നിൽക്കുന്നത്, എൻ്റെ മുറ്റത്തിലേക്കാണ്. രാത്രി കാറ്റടിക്കുമ്പോൾ അതിൽ നിന്ന് പഴങ്ങൾ താഴോട്ട് വീഴും. ഞാൻ നേരം വൈകിയാൽ കുട്ടികൾ വന്നിട്ടത് പെറുക്കുമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം പോയിട്ട് ആ ഈത്തപ്പഴങ്ങളൊക്കെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് തന്നെ മരത്തിന്റെ ചോട്ടിലേക്ക് ഇടും. ഇതാണ് എൻ്റെ പതിവ്. അതിനാ ഞാൻ വേഗം പോകുന്നത്. ഒരു ദിവസം എൻ്റെ കുട്ടി അങ്ങനെ എടുത്തത് കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നിപ്പോയി. പിന്നെ എല്ലാ ദിവസവും ഞാൻ എത്തുമ്പോഴേക്ക് കുട്ടികൾ പുറത്തിറങ്ങോ എന്നുള്ള പേടി കൊണ്ട് ദിക്റിനിരിക്കാതെ ഞാൻ അങ്ങ് എണീറ്റ് പോകുന്നു. അപ്പൊ തങ്ങൾക്കത് കേട്ടപ്പോ വലിയൊരു വിഷമം. ഒരു അനുചരന് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എന്ത് വിഷമങ്ങൾ വന്നാലും അത് പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ചിന്തിക്കുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ശിഷ്യന്മാരാകട്ടെ, സ്വഹാബിമാരാകട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, സാമ്പത്തിക രംഗത്തോ ശാരീരിക രംഗത്തോ ആരോഗ്യരംഗത്തോ എന്തെങ്കിലും ക്ഷീണം അനുഭവിക്കുന്നു എന്ന് കണ്ടാല് തങ്ങളെ മനസ്സ് വിതുമ്പുകയാണ്. പെട്ടെന്ന് തങ്ങൾ പോയിട്ട് ആ കാര്യം പരിഹരിച്ചു കൊടുക്കും. ആ സ്വഹാബിനോട് പറഞ്ഞു, ഞാൻ ആ വീട്ടുകാരനോട് സംസാരിച്ച് ആ ഒരു മരം നിങ്ങൾക്ക് വാങ്ങിത്തരാം, എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് ആ മരം കിട്ടിയാൽ പിന്നെ സൗകര്യത്തോടെ നല്ല ധൈര്യത്തോടെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റും ദുആയൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ പോകാമല്ലോ. ആ മനുഷ്യ സ്വഹാബിക്ക് സന്തോഷമായി. ആ വീട്ടിന്റെ ഉടമസ്ഥനെ തങ്ങൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വീട്ടുമുറ്റത്ത് ഈ സ്വഹാബിന്റെ വീട്ടിലേക്ക് തെറ്റി നിൽക്കുന്ന, ചാഞ്ഞു നിൽക്കുന്ന ഒരു മരമില്ലേ, നിങ്ങൾ അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കണം, പകരം സ്വർഗത്തിൽ 10 തരാം. സ്വർഗത്തിൽ 10 തരാന്ന് ഗ്യാരണ്ടി പറയുന്നത് ആരാ? സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്കിന് മാറ്റല്ല, അത് ഉറപ്പാ. അപ്പോഴാണ് ആ മനുഷ്യന്റെ ഈമാനിന്റെ ലെവല് ശരിക്കും സ്വഹാബത്തിന് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞു, അവധി കച്ചവടത്തിന് ഞാനില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? സ്വർഗത്തിന് തന്നെ മരിച്ചു പോയിട്ട് ഇന്നല്ലേ കിട്ടുന്നത്, അവധി കച്ചവടത്തിന് എന്നെ കിട്ടൂല, എനിക്കിപ്പോ ഇവിടുന്ന് കിട്ടണം. നിഫാഖാണ് പുറത്തു വന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സ്വർഗത്തിൽ തരാന്ന് പറയുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കൂലേ സഹോദരങ്ങളെ? സ്വർഗത്തിൽ 10 മരങ്ങൾ, നല്ല ഇലച്ചു നിൽക്കുന്ന, ഒരിക്കലും കായികനികൾ വിട്ടുപോകാത്ത മരങ്ങളല്ലേ സ്വർഗത്തിലുള്ള മരങ്ങൾ. സ്വർഗത്തിലുള്ള പഴങ്ങൾ അതിന് സീസൺ ഉണ്ടോ? ഫാക്കിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ഒരു കാലത്തും മുടങ്ങാത്ത, മുറിഞ്ഞു പോകാത്ത, ധാരാളിത്തം കുറയാത്ത, എപ്പോഴും പവർഫുള്ളായി നിൽക്കുന്ന പഴങ്ങളല്ലേ അവിടെ ഉള്ളത്. എപ്പോഴെങ്കിലും ഒന്ന് പറിക്കുന്നിട്ട് അവിടെ ഒരു 0 വരുമോ? ഒന്ന് പറിച്ചാൽ ഉടനെ തന്നെ അവിടെ ഒന്ന് വരും. 10 പറിച്ചാൽ അവിടെ വീണ്ടും 10 വരും. അതേ സ്പോട്ടിൽ വരും. ഇതല്ലേ സ്വർഗത്തിലെ പഴങ്ങൾ, സ്വർഗത്തിലെ മരങ്ങൾ അങ്ങനെയല്ലേ? ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പൊ ആ പഴം ഇവിടെ കിട്ടാനില്ല എന്ന് പറയാൻ പറ്റും. ഒരു പഴുത്ത ചക്ക കിട്ടാണ്ടപ്പോ അതിന്റെ ടൈം ആകട്ടെ എന്നറിയില്ല ആളുകള്, സമയാകട്ടെ എന്ന് പറയില്ലേ? അങ്ങനെ ഒന്നില്ല സ്വർഗത്തില്. 10 മരങ്ങൾ അവിടെ തരാമെന്ന് പറഞ്ഞപ്പോ വിസമ്മതിച്ചു. അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വർഗത്തിലെ 10 മരങ്ങൾ ഇദ്ദേഹം വിസമ്മതിച്ചപ്പോ സദസ്സിൽ നിന്ന് മുന്നോട്ട് വന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലെ 10 എനിക്ക് തരണം, എന്റെ തോട്ടത്തിൽ നിന്ന് 10 അദ്ദേഹത്തിന് ഞാൻ കൊടുക്കാം. കണ്ടോ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ഒരു 10 മരങ്ങൾ ഒന്ന് പറഞ്ഞപ്പോ അതിന് ഈ മനുഷ്യൻ വിസമ്മതം കാണിച്ചപ്പോ, എന്നാ പിന്നെ എനിക്ക് ആ 10 മരങ്ങൾ കിട്ടണം, ദുനിയാവിൽ എന്റെ 10 പോയാൽ എന്താ സ്വർഗത്തിൽ കിട്ടൂലേ? എത്ര വലിയ സന്തോഷമാണത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ആ 10 എനിക്ക് തരണം അല്ലാഹുവിന്റെ റസൂലേ, എന്റെ തോട്ടത്തിൽ നിന്നൊരു 10 ഇദ്ദേഹത്തിന് ഞാൻ എണ്ണി കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ ആ 10 തന്നു സിദ്ദീഖേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി, തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നല്ലവണ്ണം ഈത്തപ്പഴങ്ങൾ കാണുന്നതിന് നമ്പർ ഇട്ടോ,
10 മരങ്ങൾക്ക് അദ്ദേഹം നമ്പറിട്ടു. വീട്ടിൽ വന്നപ്പോ ഭാര്യ ചോദിച്ചു, കച്ചവടം ലാഭിച്ചോ? നല്ല ലാഭം. 1 പകരം 10 എണ്ണമല്ലേ കിട്ടിയത്? അതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിന് ഞാൻ നമ്പറിട്ട് വരികയാണ്. മുറ്റത്തുള്ളത് അയൽക്കാരന് കച്ചവടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നങ്ങനെ പറഞ്ഞെങ്കിലും നാളെ നമുക്കത് മാറ്റി പറയാം. ഇന്ന് കൊടുത്തു എന്നല്ലേ പറഞ്ഞ്, നാളെ ആകുമ്പോ കൊടുത്തിട്ടില്ല എന്ന് പറയണം. അപ്പൊ ആ 10ന്റെ പുറമെ 11 കിട്ടിയില്ലേ? എന്തൊരലച്ചേ! ഈ 10ന്റെ പുറമെ 11 കിട്ടിയില്ലേ? പക്ഷേ നേരം വെളുക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്ത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത്, അൻസാരിയായ സഹാബിക്ക് അല്ലാഹു നൽകിയ ബഹുമാനം, ആ മനുഷ്യന്റെ മുറ്റത്തുള്ള ഈ മരം അതങ്ങനെ നീങ്ങിയിട്ട് അൻസാരിയുടെ വീട്ടുമുറ്റത്തെത്തി നിൽക്കുന്നു. നേരെ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. ആരും പറിച്ചു കൊണ്ടുപോയി വെച്ചതല്ല. അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി. കാൽപാദമില്ലാതെ തണ്ട് തന്നെ, മരത്തടി തന്നെ നേർക്ക് നേരെ അവിടുത്തെ പ്രബോധനത്തിന് വിളിക്ക് സഹായകമായിട്ട് അതാ അൻസാരിയുടെ വീട്ടുമുറ്റത്തേക്ക് ആ മരമങ്ങ് പോയി നീങ്ങി നിൽക്കുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോ വീട്ടുമുറ്റത്ത് മരം കാണാനില്ല. ഇവിടെ നമ്മുടെ വിഷയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലെ 10 മരങ്ങളെന്ന് പറഞ്ഞപ്പോ എനിക്കത് കിട്ടണമെന്ന താല്പര്യത്തോടെ 1 മിനിറ്റ് കാത്തു നിൽക്കാതെ മുന്നോട്ട് വന്ന മഹാനില്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്ക്, അവരെ ഒരു ശ്രദ്ധ നോക്ക് നിങ്ങൾ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാ വഇതാഇസ് സക്കാ. അന്നത്തെ കാലത്ത് ഈ ആയത്തിറങ്ങിയത് മദീനയിലെ മാർക്കറ്റിലുള്ള ആൾക്കാരെ പറ്റിയാ, സ്വഹാബിമാരെ പറ്റി. വാങ്ങണ്ട് കൊടുത്താൽ ഒരു സ്വഹാബി അടുത്ത സ്വഹാബിയോട് പറയും അസ്വലാ 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 അസ്വല. പിന്നെ അസ്വലാ അസ്വല എന്നിങ്ങനെ വന്നിരുന്നത്. ഇപ്പൊ അസ്വലിയില്ല ഇസ്വലിയില്ല. അപ്പൊ തോന്നും പോലെ ചെയ്യാനായി. ഓരോ ആഖിറുസമാന്റെ അലാമത്ത് ഇങ്ങനെ വരികയാണ്. ഓരോരുത്തർ ഇങ്ങനെ ഭരിക്കുമ്പോ ആഖിറുസമാന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ വരികയാണ്. ആ അസ്വലാ അസ്വലാ എന്ന് മുത്തവന്മാര് വന്ന് പറഞ്ഞിരുന്നൊരു ശൈലിയില്ലേ, അത് പണ്ട് സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് പോകുന്നതായിരുന്നു. അവര് തന്നെ ഓർമ്മപ്പെടുത്താണ്, കൂലിക്കാളെ നിർത്തുന്നല്ല. ഒരു കടക്കാരടുത്ത കടക്കാരനോട് വരും അസ്വലാ അസ്വലാ, അപ്പൊ അയാളും അടക്കും, അടുത്ത ആളും അടക്കും. ഇവര് പള്ളിയിലേക്ക് വരുന്ന ആ വരവ് ബാങ്ക് കൊണ്ട് കേട്ടുമ്പോഴേക്ക് കച്ചവടം നിർത്തി വരുന്നതിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സക്കാ. എത്ര സമ്പത്തുണ്ടായാലും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ശ്രദ്ധ മാറ്റൂല. അള്ളാഹുവിന്റെ ബാധ്യതകളിൽ നിന്ന് അവർക്ക് തടസ്സമാകൂല. ഒരു ഫർളും ഒരു സുന്നത്തും അതിന്റെ പേരിൽ മുടങ്ങൂല. അൽഹാകുമുത് തകാസുർ, തകാസുർ നിങ്ങളെ ജോലിയാക്കി അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട്. നിസ്കാരം മുടങ്ങി, ദിക്റിന്റെ സദസ്സ് മുടങ്ങി, സ്വലാത്തിന്റെ സദസ്സ് മുടങ്ങി. എന്തേ? ഒരു ഏർപ്പാടിന് പോയിട്ടത് ശരിയായില്ല എന്നാ. ഏർപ്പാട് കൊണ്ട് എന്തെല്ലാമാണ് മുടങ്ങുന്നത്, എന്തെല്ലാം സഹോദരങ്ങളെ നമുക്ക് മുടങ്ങിപ്പോകുന്നത്. വാനിൽ വാജിബാത്ത്, നിർബന്ധങ്ങൾ മുടങ്ങി. തിരക്കൊക്കെ വരുന്നു, തിരക്കോട് തിരക്ക് വരുന്നു. റമളാനിന്റെ അവസാനത്തിൽ ഷോപ്പിൽ വല്ലാത്ത തിരക്കാണ്. അതുകൊണ്ട് ഇന്ന് റമളാൻ ആയതുകൊണ്ട് ളുഹറും കിട്ടിയിട്ടില്ല, അസുറും കിട്ടിയില്ല, മഗ്രിബും കിട്ടിയിട്ടില്ല. വാജിബാത്തൊക്കെ മുടങ്ങി. വാനിൽ മന്ദൂബാത്തി, സുന്നത്തുകളും മുടങ്ങി. ഫിൽ മാരിഫത്തി വത്വാഅത്തി വത്തഫക്കുരി വത്തദബ്ബുരി, അറിവിലും അമലിലും ആക്റ്റീവായി ചെയ്യുന്നതിലും ചിന്തിക്കുന്നിടത്തും മനസ്സിലാക്കുന്നിടത്തും നിർബന്ധപരവും സുന്നത്തായ പരങ്ങളുമായ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങി. എന്തുകൊണ്ടാ മുടങ്ങിയത്? തകാസുർ കൊണ്ട്. സാമ്പത്തിക പെരുപ്പം മാത്രം ആഗ്രഹിച്ചിട്ട് ഫർളും സുന്നത്തും പലതും മുടങ്ങിപ്പോയി. ആ വർധനവിന്റെ അലച്ചയുടെ ചിന്തയിൽ നിന്നൊരു മാറ്റം കിട്ടണമോ? നമുക്ക് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു തരുന്നൊരു മരുന്നാണ് ഹത്താ സുർതുമുൽ മഖാബിർ. ദുനിയാവിന്റെ അലച്ച മാറണോ? ഇടക്കിടക്ക് മഖ്ബറ സിയാറത്ത് ചെയ്യണം. ഖബർ സിയാറത്തിനെ പറ്റി ഖുർആനിൽ ആകെ ഒരു ആയത്തെ വന്നിട്ടുള്ളതാണിത്. ഹത്താ സുർതുമുൽ മഖാബിർ, ഇടക്കിടക്ക് മഖ്ബറകളിൽ ചെന്ന് സിയാറത്ത് ചെയ്യണം. അങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോ മനസ്സിന് നല്ല മാറ്റം വരും, മനസ്സിന് നല്ല ചിന്ത വരും. അതേ, മരിച്ചവരായ ആളുകളുടെ അടുത്ത് പോയിട്ട് നന്നായി സിയാറത്ത് ചെയ്യുന്ന സമയത്ത് മനുഷ്യനതാ വല്ലാത്ത മാറ്റം വരുന്നു. ഖൽബിനല്ലേ വലിയ മാറ്റം വരേണ്ടത്. സിയാറത്തുൽ ഖുബൂർ മിൻ ആലമിദ് ദവാഇലിൽ ഖൽബിൽ ഖാസി.
മരവിച്ച മനസ്സ് നന്നായി കിട്ടാൻ ഏറ്റവും വലിയ ചികിത്സയാണ് ഖബർ സിയാറത്ത്. കാരണം സിയാറത്തിന്റെ നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലിഅന്നഹാ തുദക്കിറുൽ ആഖിറ. ഖബർ സിയാറത്ത് അത് ആഖിറത്തെ ഓർമ്മിപ്പിക്കും. തുസഖിദുക്കും ഫി ദുനിയാ, ദുനിയാവിൽ നിങ്ങൾക്ക് ത്യാഗം നൽകും. വതുറഖിബുക്കും ഫിൽ ആഖിറ, ആഖിറത്തിൽ നിങ്ങളെ പ്രേരിപ്പിക്കും. പടച്ചോനെ, കിടക്കുന്ന ആള് ആരാണ്? കോഴിക്കോട് ടൗണിലെ ഏറ്റവും നമ്പർ 1 മുതലാളിയാണ്. എത്ര വലിയ കൊട്ടാരത്തിൽ സുഖിച്ച് ജീവിച്ച ആളാണ്. പക്ഷേ കിടക്കുന്നത് മണ്ണറയിലാണ്. നാളെ എനിക്കും വരാനുള്ളത് പോലെ 6 അടി മണ്ണാണ്. ഒരു പക്ഷേ ഇയാളുടെ സമീപത്താണ്. അപ്പുറത്ത് കിടക്കുന്ന ഒഴിവ് സ്ഥലത്തേക്ക് ഇനി ഞാനായിരിക്കും ആദ്യം വരാനുള്ളത്. സിയാറത്തിന്റെ വേളയിൽ നല്ല ചിന്ത, ആ ചിന്ത കൊണ്ട് മനുഷ്യന് ആഗ്രഹങ്ങൾ കുറഞ്ഞു കിട്ടുന്നു, ദുനിയാവിൽ ത്യാഗം വരുന്നു, അതുപോലെ തന്നെ താല്പര്യങ്ങൾ വരുന്നു. ഇതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ സിയാറത്ത് മുടക്കിയിരുന്നു. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. ചിലർ ആ ഹദീസ് മാത്രം ഒന്നും ബാക്കി ഓതൂല. ഖബർ സിയാറത്ത് ഞാൻ നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്, നേരത്തെ വിലക്കിയിരുന്നു. കാരണം നേരത്തെ ഖബർ സിയാറത്തിന് പോകുന്ന ആളുകൾക്ക് തൗഹീദും ഷിർക്കും ഒക്കെ വേർതിരിച്ച് നല്ലോണം മനസ്സിലാകാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒരു സ്റ്റോപ്പ് ചെയ്തിരുന്നു. അവർക്ക് ഈമാനികമായിട്ട് നല്ല ഊർജം കിട്ടാൻ. പിന്നെ അവർക്ക് തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണ് എന്ന് ശരിക്ക് വേർതിരിച്ച് മനസ്സിലായപ്പോൾ ഇനി ഖബറിൻ്റെ അടുത്ത് എങ്ങനെ പോയി ചോദിച്ചാലും ഷിർക്ക് വരൂല. ആ തരത്തിൽ അവർ തൗഹീദ് ഉൾക്കൊണ്ടു. അപ്പൊ തങ്ങൾ പറഞ്ഞു ഫസൂറുഹാ, ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ. കാരണം നിങ്ങൾ അതിനുള്ള അറിവൊക്കെ നിങ്ങൾ നേടി. അത് നേടും വരെ നിങ്ങൾക്കൊരു വിലക്കുണ്ടായിരുന്നു. അല്ല മൊത്തമായിട്ടൊരു കാലത്ത് പോകാൻ പാടില്ല എന്നല്ല. ഏറ്റവും അധികം സിയാറത്ത് ചെയ്ത് പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്തൊന്ന് പോയാൽ വെറുതൊരു സലാം പറഞ്ഞു പോരരുത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓരോ ഖബർ സിയാറത്ത് കൊണ്ടും സുഹൃദ് ലഭിക്കണം. സഹോദരന്മാരെ, സുഹൃദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് സമ്പത്തൊന്നും തീരെ ഇല്ലാതെ, ഒരു സമ്പത്തും ഇല്ലാതെ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞും തിരിഞ്ഞും നടക്കാന്നല്ല. എന്താ സുഹൃദ് എന്ന് പറഞ്ഞാൽ? വസ്ഹദ് വദാ ഫഖുദുൻ ഇലാ ഖത ഖൽബിക ബിൽമാലി ലാ ഫഖുദുൽ ലഹു തഖഅഖലാ. സുഹൃദ് എന്ന് പറഞ്ഞാല് സമ്പത്തിനോടുള്ള അരച്ചയില്ലേ, വിട്ടുപിരിയാത്തൊരു ബന്ധമില്ലേ, ഊണിലും ഉറക്കത്തിലും എവിടെയായെങ്കിലും നിന്റെ മനസ്സിൽ അതിന്റെ ടെൻഷനും ചിന്തയും വരുന്നില്ലേ, അതൊന്ന് തേഞ്ഞുമാഞ്ഞു പോകലാണ്. ലാ ഫഖ്ദുല്ലഹു, സമ്പത്ത് തീരെ ഇല്ലാതെയാക എന്നതല്ല സുഹൃദ്. പിന്നെ സമ്പത്തിനോട് വിട്ടുപിരിയാത്തൊരു കണക്ഷൻ ഇല്ലേ, ആ കണക്ഷൻ അങ്ങ് നിർത്തുക. ആവശ്യത്തിന് അല്ലാഹ് തരും, ഇപ്പൊ തന്നിട്ടുണ്ട്, ഇനിയും തരും. ആ ഒരു ചിന്തയോടുകൂടെ മുന്നോട്ടങ്ങ് നീങ്ങുക. അധ്വാനങ്ങൾ പരിമിതപ്പെടുത്തുക, നല്ല അധ്വാനങ്ങൾ നടത്തുകയും ചെയ്യുക. തീരെ സമ്പത്ത് ഇല്ലാതെയാക എന്നതല്ല സുഹൃദ്. സുഹൃദ് നല്ലൊരു സ്ഥാനമാണ്. ആ സുഹൃദിന് കാരണമാണ് ഖബർ സിയാറത്ത്. മനസ്സിന്റെ ചികിത്സക്ക് ഏറ്റവും നല്ലതാണ്, അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണല്ലോ ഔലിയാക്കൾ എത്ര സിയാറത്ത് പെരുപ്പിച്ചവരാണ്. ഔലിയാക്കളിൽ വലിയ മഹാനല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. സ്വഹാബത്ത് കഴിഞ്ഞാൽ താബിഉകളിൽ, തബഉ താബിഉകളിൽ പ്രഗൽഭനായ മഹാനല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 4 വർഷം ബഗ്ദാദിൽ താമസിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ബഗ്ദാദിൽ 4 കൊല്ലം കിട്ടിയപ്പോ ഒരൊറ്റ ദിവസം മുടങ്ങാതെ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യാറുണ്ട്. ഇന്നി ലാ തബറകു ബിഖബരി അബീ ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി കുല്ല യൗമിൻ സായിറാ. ഒരൊറ്റ ദിവസവും മുടങ്ങാതെ ഞാൻ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലാറുണ്ട്. തൊട്ടടുത്ത പള്ളിയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ ഓതും. അള്ളാഹുവിനോട് ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിക്കും. അവിടെ വെച്ച് ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് കിട്ടാത്ത ഒരു കാര്യവുമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ജീവിതത്തിലേറെ കാണാൻ ആഗ്രഹിച്ച, അറിവുകളൊക്കെ കേട്ടപ്പോൾ ഏറെ കാണാൻ പൂതി വെച്ചൊരു മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു. പക്ഷെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് തന്നെ വഫാത്തായി പോയില്ലേ. അപ്പൊ ഇനി വഫാത്തായി എന്ന് കരുതിയിട്ട് ബന്ധം വിടണ്ടല്ലോ. ബഗ്ദാദിൽ ഒരു 4 കൊല്ലം നിൽക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ ഒരൊറ്റ ദിവസം വിടാതെ എത്ര കുട്ടിയൊക്കെ നിങ്ങൾ. ഒരു വർഷത്തെ സിയാറത്ത് എന്ന് പറഞ്ഞാൽ 360 ദിവസം മൊത്തല്ലേ. ഇത് മൊത്തം സിയാറത്ത്. 2-ാം വർഷം അങ്ങനെ, 3-ാം വർഷം അങ്ങനെ, 4-ാം വർഷം അങ്ങനെ തന്നെ.
ഔലിയാക്കളൊക്കെ അങ്ങനെയാണ്. അവരൊക്കെ സുഹൃദ് ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗം, അവരെ ഖൽബിൻ ആഖിറത്തിലേക്ക് അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗം സിയാറത്താണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ, മഖ്ബറകൾ സിയാറത്ത് ചെയ്യണം. മഖ്ബറകൾ സിയാറത്ത് ചെയ്യുമ്പോൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മഖ്ബറകളിൽ സിയാറത്തിന് പോകുന്ന മനുഷ്യൻ അവൻ്റെ മനസ്സിൽ മരണത്തിൻ്റെ ചിന്ത വരും. മരിക്കണമല്ലോ, മരിച്ചിട്ട് ഇതുപോലെ വന്ന് കിടക്കണമല്ലോ എന്നുള്ള ചിന്ത ആവർത്തിച്ച് വരും. അതുകൊണ്ട് മഖ്ബറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദബുകളൊക്കെ പാലിക്കണം, നല്ല വുളൂ വേണം. പൊതു മഖ്ബറയിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ തുടക്കത്തിലൊരു സലാം മൊത്തത്തിൽ എല്ലാവരോടും പറയണം. എന്നിട്ട് ഖബറിന്റെ മേലെ ചവിട്ടാതെ പതുക്കൊരു വഴിയിലൂടെ നടന്നു ചെന്ന് നീ ഉദ്ദേശിക്കുന്ന ഖബറാളി ആരാണോ അവരോട് മുഖാമുഖമായി നിന്ന് സലാം പറയണം. മനസ്സിലായോ? മുഖാമുഖമായി നിന്ന് സലാം പറ. പിന്നിന്നല്ല സലാം പറയേണ്ടത്. ഇത് വാപ്പാന്റെ ഖബറാണ്, ഇവിടെ നിന്നല്ല സലാം പറയേണ്ടത്, മുന്നിന്ന് ഇങ്ങോട്ട് സലാം. സലാം എവിടുന്നാ പറയണ്ടേ? മുഖം എവിടെ? അവിടെ അല്ലേ? മുന്നിന്ന് ഇങ്ങോട്ട്. ദ്വാരക്കേണ്ടത് പിന്നിന്നാണ്. സലാമും ദ്വാ ഒക്കെ പിന്നിന്നല്ല, സലാം മുന്നിന്ന്. സലാം പറഞ്ഞിട്ട് നേരെ പിറകിൽ വന്ന് നിൽക്കുക ദ്വാരക്ക്. ഇതുവരെ അങ്ങനെ ചെയ്ത് നാളെ മുതൽ അങ്ങനെ ചെയ്തോളി, അങ്ങനെയാണ് അതവ്. എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ ദുആ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും മുന്നിൽ പോയിട്ട് സലാം പറഞ്ഞു പോരുക. പോകുമ്പോൾ 2 സലാമുണ്ട്, വരുമ്പോൾ 2 സലാമുണ്ട്. മനസ്സിലായോ? പോകുമ്പോൾ മഖ്ബറിന്റെ തുടക്കത്തിൽ നിന്നൊരു സലാം, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അങ്ങനെ നമ്മളിങ്ങനെ കുറേ ദൂരം ഉണ്ടെങ്കിൽ ഇടക്കിടക്കിങ്ങനെ സലാം പറയുന്നു ഓതുന്നൊക്കെ നല്ലതാണ്. നമ്മളെ വാപ്പാക്ക് മാത്രം കിട്ടിയാൽ മതി ചിന്തിക്കരുത്. ഇങ്ങനെ പോവുകയാണ്, ഒരു 2-3 മിനിറ്റ് നടക്കണം വാപ്പാന്റെ കബറിനടുത്തേക്ക് എത്താണെങ്കിൽ. ഇങ്ങനെ പോകുമ്പോൾ ഖുർആനൊക്കെ ഇങ്ങനെ ഓതി പോയിക്കോളെ. അപ്പുറത്തോ കിടക്കുന്ന കബറാളികളില്ലേ, ദുന്യാവിൽ അവർക്കൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാകൂല. എന്നാലും മരിച്ചിട്ടെങ്കിലും എന്തെങ്കിലും കിട്ടിക്കോട്ടെ. അതുകൊണ്ട് ആ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സൂറത്ത് ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദോ അല്ലെങ്കിൽ സ്വലാത്തോ എന്തെങ്കിലുമൊക്കെ ചൊല്ലിയിട്ട് ദിക്റൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ പോകണം. പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഖബറാളിടത്തെത്തുമ്പോൾ മുഖത്തോട് മുഖം നിന്ന് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ജദ്ദി, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, അല്ലെങ്കിൽ വലദി, അല്ലെങ്കിൽ സൗജത്തി, എന്താണോ ഉദ്ദേശിച്ചത് സലാം പറഞ്ഞിട്ട് നേരെ പിറകോട്ട് നിന്ന് ഫാത്തിഹ ഓതി നല്ലോണം ദുആ ചെയ്യുക. മഖ്ബറയിലുള്ള മൊത്തത്തിൽ എല്ലാവർക്കും ദുആ ചെയ്യുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും 9 ദിവസത്തിൽ ഒരു ദിവസം ഏതായാലും ആ വീട്ടിൽ വരും ആദ്യകാലത്ത്. പിന്നെ അത് 2 ദിവസമായി മാറി. അതെങ്ങനെയെന്നറിയോ? സൗദാ ബീവി റളിയല്ലാഹു അൻഹ ആ ദിവസത്തെ അള്ളാഹുവിന്റെ റസൂലിന് സംഭാവന കൊടുത്തു. ലോകത്തൊരു പെണ്ണും കൊടുക്കൂല അത്തരത്തിൽ വലിയൊരു ഓഫർ. സൗദാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ എൻ്റെ അടുത്തേക്ക് വരുന്ന എത്ര വയസ്സായാലും കൊടുക്കൂല, അങ്ങ് നോക്കണ്ടി. സൗദാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരുന്ന ദിവസം പകല് തങ്ങളൊന്ന് വന്ന് സംസാരിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോയാൽ മതി, രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വേണ്ടി വിട്ടു തന്നു. സൗദാ ബീവിൻ്റെ ഒരു ഹദിയ, സൗദാ ബീവി കൊടുത്തൊരു ദാനം. എത്ര വലിയ ദാനമാണ്! മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിക്ക് വേണ്ടി, ഹുബ്ബിന് വേണ്ടി. അതാണ് അവരൊക്കെ ഹുബ്ബ്. സാധാ ഒരു പെണ്ണ് സമ്മതിക്കോ? ഇനിയിപ്പോൾ ആ പെണ്ണിന് ബന്ധപ്പെടാൻ പറ്റാത്ത ഹൈദിന്റെ അവസ്ഥയാണെങ്കിലും എന്നാലും വേണ്ടില്ല ഇങ്ങോട്ട് വരണം തന്നെ പറയാം, അല്ലേ? എൻ്റെ രാത്രി എനിക്ക് തന്നെ വേണം, അത് ഏതാൾക്കും ഞാൻ വിട്ടരില്ല എന്നല്ലേ പറയാം. ഒരവകാശമാണ്. പക്ഷെ ആ അവകാശം പോലും ഹദിയ കൊടുത്തു, സംഭാവന കൊടുത്തു, ഹിബത്തായി കൊടുത്തു. അപ്പൊ പിന്നെ 2 ദിവസമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എല്ലാ രാത്രിയിലും അവസാന സമയത്ത് അഥവാ അത്തായത്തിന്റെ നേരമാകുന്നതിന്റെ മുമ്പ് യഖ്റുജു ഇലൽ ബഖീ, തങ്ങൾ ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെടാറുണ്ട്. എന്നിട്ട് അവിടെ എത്തിയിട്ട് തങ്ങൾ മൊത്തത്തിൽ ദ്വാരക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹ്ലി ബഖീൽ ഗർഖദ്, അല്ലാഹുവേ ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുക അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി തങ്ങൾ ദുആ ചെയ്യും. എന്നാ മരിച്ചവർക്ക് മാത്രാണോ ദുആ? അല്ല, ജീവിച്ചിരിക്കുന്നവർക്കും അവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഇർഹമില്ലാഹുമ്മൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ, നമ്മിൽ നിന്ന് നേരത്തെ പോയവർക്കും ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാനിരിക്കുന്നവർക്കും എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഖബർ സിയാറത്തിന് നല്ല ഒരു തെളിച്ചമുള്ള സമയം, മറ്റൊരു ശുഗലൊന്നും ഖൽബിലേക്ക് വരാത്ത സമയം,
അത്താഴത്തിന്റെ ആ നേരത്താണ് തങ്ങൾ പോയി ജന്നത്തുൽ ബഖീൽ വെച്ച് ദുആ ചെയ്തത്. പ്രത്യേക രാവുകളാകുമ്പോ ദീർഘിച്ച ദുആ നടത്തിയിട്ടുണ്ട്. ബറാഅത്തിന്റെ രാവിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. എത്ര നേരമാണ് ജന്നത്തുൽ ബഖീൽ വെച്ച് തങ്ങൾ ദുആ ചെയ്തത്. സഹോദരങ്ങളെ, ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, നീ നിന്റെ സിയാറത്തിന്റെ ആളുടെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോ ഒരു മഹാനുഭാവനാണെങ്കിൽ ആ മഹാനുഭാവൻ അല്ലാഹു കൊടുത്ത കറാമത്തൊക്കെ നീ വിലയിരുത്തണം. ആ മഹാനുഭാവന് ഒരു ദിവസം കിട്ടുന്ന ഫാത്തിഹയൊക്കെ നീ വിലയിരുത്തണം, സലാമൊക്കെ വിലയിരുത്തണം. ഞാനൊന്ന് മരിച്ചാൽ എനിക്കിതുപോലെ സലാം കിട്ടുമോ? എനിക്കതിൽ വല്ല വകുപ്പും ഉണ്ടോ? കാണാത്തവരും ഇവിടെ വരുന്നു, സിയാറത്ത് ചെയ്യുന്നു, ഫാത്തിഹ ഓതുന്നു, സലാം പറയുന്നു, നേർച്ച കൊടുക്കുന്നു, സംഭാവന കൊടുക്കുന്നു. അവരവിടെ കിടക്കുന്ന കാരണം ഒരുപാട് ദർസ് അവരെ കൊണ്ട് നടക്കുന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ അവരെ കൊണ്ട് നടക്കുന്നു, ഒരുപാട് യതീമുകൾ അവരെ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ഒരുപാട് ആളുകൾക്ക് അവർ കാരണമായി, സാന്ത്വന സ്പർശമായി ഒരുപാട് സംഭാവന ലഭിക്കുന്നു. അവരുടെ ജീവിതവും ലാഭമാണ്, മരണവും ലാഭമാണ്. മഹാന്മാരുടെ മക്ബറയുടെ അടുത്ത് വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ അറ്റമില്ലാത്ത ചിന്തകൾ ലഭിക്കും. അതേ സമയത്ത് സാധാരണ ആളുകളുടെ മക്ബറയിലേക്ക് ചെന്നിട്ട് നല്ല അതവോടുകൂടെ നിന്നിട്ട്, അതാ ജീവിതകാലത്ത് നീ നല്ല അടുപ്പമുള്ളവരാണെങ്കിൽ അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ നല്ല ബഹുമാനത്തോടെ കുറച്ച് അകന്ന് നിൽക്കണം. ഇവിടെ കോഴിക്കോട് നഗരങ്ങളിൽ ഒരുപാട് മഹാന്മാർ അന്തിയുറങ്ങുന്നുണ്ട്. നിങ്ങൾ ജീവിതകാലത്ത് അവരെ കണ്ടിട്ട് നല്ല അടുപ്പം പാലിച്ചോ, എന്നാ അതേപോലെ അടുപ്പം ഇപ്പോഴും പാലിച്ചോളൂ. കണ്ടിട്ടില്ലേ എന്നാ ബഹുമാനത്തോടെ അകലം പാലിച്ചോളൂ. അങ്ങനെയാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച അദബ്. വയഖുറുബു സായിറുഹു ഖഖുർബിഹി ഹയ്യാ. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് അവരെ പറ്റി ബഹുമാനങ്ങളൊക്കെ അറിയാം, പക്ഷേ നമ്മൾ അടുപ്പമില്ല. നമ്മളെ കൽബ് കൊണ്ട് തന്നെ അടുത്തിട്ടില്ല, അടുക്കാനാ വരുന്നത്. അതെങ്ങനെയാണ്? ആകങ്ങോട്ട് വന്ന് മക്ബർ അങ്ങോട്ട് കെട്ടിപ്പിടിക്കലല്ല, മക്ബറിനോട് ചാരി ഒട്ടി നിൽക്കലല്ല, ഒന്ന് അകന്ന് ബഹുമാനത്തോടെ സിയാറത്ത് ചെയ്തു വരണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖുബ്ബ ഇപ്പോഴും മിസ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മക്ബറിന്റെ മേലുള്ള ഖുബ്ബ കാണുന്നിടത്ത് വെച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞു പോയ മഹാനാണ് ഇമാമുൻ നബവി റളിയല്ലാഹു തആല അൻഹു. എന്തേ ആ ഇമാം നബി തങ്ങൾ അദബ് പഠിപ്പിച്ചത്? യഖുറുബു സായിറുഹു ഖുർബിഹി ഹയ്യാ. നല്ല ബഹുമാനത്തോടെ വേണം നിൽക്കാൻ. ബാപ്പാന്റെ അടുത്ത് മകൻ നല്ല അടുത്തല്ലേ നിൽക്കല്, അകന്ന് നിൽക്കണ്ട, അടുത്തന്നെ നിന്നോളൂ. ഉമ്മാന്റെ അടുത്ത് അടുത്തല്ലേ നിൽക്കല്, അടുത്ത് നിന്നോളൂ. അത്ര അടുപ്പത്തിൽ നിൽക്കോ ഉസ്താദിന്റെ അടുത്ത്? ഇല്ലല്ലോ, കുറച്ച് അകന്നല്ലേ നിൽക്കല്. ബാപ്പാനോട് അടുത്ത് നിൽക്കുമ്പോൾ ഉസ്താദിനോട് അടുത്ത് നിൽക്കൂലല്ലോ, കുറച്ച് ബഹുമാനത്തിൽ നിന്നിട്ടല്ലേ ക്ലാസ് തന്നെ കേൾക്കല്. ഒന്നുകൂടി ബഹുമാനത്തോടെ മാറി നിന്ന് നല്ല ബഹുമാനം പാലിച്ച് സിയാറത്ത് ചെയ്തോളൂ. സിയാറത്തിൽ നിങ്ങൾ കാണിക്കുന്ന ബഹുമാനത്തിനാണ് ഏറ്റവും വലിയ വില, അതിനാണ് ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ സ്വീകാര്യത. എന്നിട്ട് ആ മക്ബറയിലുള്ള ആളുകളെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കണം. അവരെ കുടുംബങ്ങൾ നാട്ടിലുണ്ട്, അവരെ സമ്പത്ത് നാട്ടിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരേതെല്ലാം തരത്തിൽ ജീവിച്ചവരാണ്, ഏതെല്ലാം തരത്തിൽ നല്ല സമ്പത്ത് സമ്പാദിച്ചവരാണ്. പക്ഷേ വിചാരിക്കാത്ത സമയത്ത് മരണം വന്നുപോയി. ഈ സിയാറത്തിന് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്ന തൊട്ടടുത്തതാ ഒരു ഖബർ കാണുന്നു. ലക്ഷപ്രഭുവാണ്, മക്കയിലേക്ക് പോകാൻ പോലും ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അയാള് സമ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹജ്ജിന് പോകാൻ അയാള് മറന്നുപോയി. ഹജ്ജ് അയാൾക്ക് നിർബന്ധമായിട്ടുണ്ട്. പിന്നെ മക്കളാണ് ആ ഹജ്ജ് ചെയ്ത് വീട്ടിയത്. റബ്ബേ, എനിക്കങ്ങോട്ട് പോകാൻ കഴിയില്ലേ? പെട്ടെന്നല്ലേ അയാൾക്ക് മരണം വന്നുപോയി. ഇപ്പൊ അയാളുടെ കഥ എനിക്കറിയില്ലല്ലോ. കുടുംബക്കാര് മുഴുവനും പിരിഞ്ഞുപോയി, കൂട്ടുകാര് മുഴുവനും വീട്ടിലേക്ക് പോയി. ഒറ്റക്കല്ലേ ആ മനുഷ്യൻ അവിടെ നിർത്തിയത്? എത്ര ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എത്ര താല്പര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നു. വീട്ടിലേക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ മക്കള് പറഞ്ഞു, ബാപ്പാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. ഇന്നലെ എങ്ങനൊന്ന് പറഞ്ഞു, നടന്നില്ല. കഴിഞ്ഞ വർഷം വേറൊന്ന് പറഞ്ഞു, നടന്നില്ല. ആ
ആഗ്രഹങ്ങളെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. എത്ര പെട്ടെന്നാണ് ആഗ്രഹങ്ങൾ അവസാനിച്ചു പോയത്. മണ്ണിലേക്കല്ലേ മുഖങ്ങളെ ചേർത്ത് വെച്ചത്. നമ്മുടെ ബെഡില് ഒരു തരി മണലായാൽ തുടച്ച് വൃത്തിയാക്കലില്ലേ? വൃത്തിയാക്കൽ സുന്നത്തുണ്ടല്ലോ. കൊണ്ടുപോയി നമ്മുടെ സുന്ദരമായ മുഖങ്ങളെ ചേർത്ത് വെക്കുന്നത് മണ്ണിലേക്കാണ്. ഖബറിന്റെ ഉള്ളില് ഭാഗങ്ങൾ വിട്ട് വിരിഞ്ഞു പോയി. പല ഭാഗത്തേക്കും ശരീരത്തിന്റെ ഭാഗങ്ങൾ വേർപിരിഞ്ഞു പോയി. ജീവിതത്തിലെ ആഗ്രഹങ്ങൾ മുഴുവനും നടക്കാതെ പോയി. മരണം സ്വീകരിച്ചു പോയി. എന്നിട്ടൊന്ന് ചിന്തിക്കണം, ഞാനിപ്പോ എവിടെയാണ്? ഞാനിപ്പോ കളിയിലാണോ കാര്യത്തിലാണോ? ഞാനിപ്പോ സന്തോഷത്തിലാണോ സമാധാനത്തിലാണോ? കണ്ണടച്ച് വെച്ച് ചിന്തിച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് കരയണേ. മഖ്ബറ സിയാറത്തിന് വെറുതെ പോയി ചുമ്മാ വന്നാൽ ഈ പറഞ്ഞ സുഹൃദ് ലഭിക്കൂല. ഹത്താ സുർത്തുമുൽ മഖാബിർ, ദുനിയാവിന്റെ അലച്ച മാറിയിട്ട് ആഗ്രഹങ്ങളൊക്കെ കുറച്ചിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മനസ്സ് തിരിയണോ. നന്നായി ഒന്ന് ചിന്തിക്കണേ. ചിന്തിച്ചിട്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ വിലയിരുത്തണം. നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതിയെ കുറിച്ച് ചിന്തിക്കണം. മഖ്ബറിന്റെ അടുത്ത് വെച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ലഭിക്കും. മഹാന്മാർ എന്തെല്ലാം അത്ഭുതങ്ങൾ മഖ്ബറിന്റെ അടുത്ത് വെച്ച് കണ്ടു. സുബ്ഹാനല്ലാഹ്, ഒന്നും രണ്ടുമാണോ? ധാരാളം അത്ഭുതങ്ങൾ കണ്ട മഹാന്മാരെ കേട്ടിട്ടില്ലേ? മഖ്ബറിന്റെ അടുത്ത് വെച്ച് തന്നെ നിങ്ങൾ നോക്ക്, സ്വാലിഹീങ്ങളിൽപ്പെട്ടൊരു മഹാൻ ഇമാം യാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, ഈ മഖ്ബറയിലുള്ള ആളുകളെ സ്ഥാനങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം. അങ്ങനെ ഞാൻ അള്ളാഹിനോട് ചോദിച്ചപ്പോ ഒരു രാത്രി ഞാൻ കണ്ടു, ഖിയാമത്ത് നാളായ രൂപം എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. ഖബറുകളൊക്കെ പിളർന്നിട്ട് ആ ഖബറിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് കാണുന്ന രൂപമാണ്. നോക്കുമ്പോ ഖബറിന്റെ ഉള്ളില് അന്നാഇമു അല സുന്ദുസി, പട്ട് ധരിച്ച് ഉറങ്ങുന്നവരുണ്ട്. അതിൽ തന്നെ അന്നാഇമു അലൽ ഹരീരി വദ്ദീബാജ്, അതേ നല്ല കട്ടിയുള്ള പട്ടും നിർമ്മലമായ പട്ടും വിരിപ്പാക്കി ഉറങ്ങുന്നവരുണ്ട്. അന്നാഇമു അലസ് സുറുറി, കട്ടിലുകളുടെ മേൽ ഉറങ്ങുന്നവരുണ്ട്. അന്നാഇമു അലർ റൈഹാൻ, നല്ല സുഗന്ധ ചെടികൾ ചുറ്റുഭാഗത്തും മുളച്ചതിന്റെ സുഗന്ധം ആസ്വദിച്ച് ഉറങ്ങുന്നവരുണ്ട്. വമിൻഹുമുൽ ലാഹിഖു, ഖബറാളികളിൽ ചിരിക്കുന്നവരുണ്ട്. വമിൻഹുമുൽ ബാക്കി, ഖബറാളികളിൽ കരയുന്നവരുണ്ട്. ഞാൻ ചോദിച്ചു, റബ്ബേ, എല്ലാവർക്കും ഒരേ ബഹുമാനം കൊടുക്കാതെ വ്യത്യസ്ത ബഹുമാനങ്ങൾ കൊടുക്കാനുള്ള കാരണമായി മനാസിലുൽ അമാൽ. ചിലർക്ക് കട്ടിൽ കൊടുത്തു, ചിലർക്ക് പട്ട് വസ്ത്രം കൊടുത്തു, ചിലർക്ക് പട്ട് വിരിപ്പാക്കി കൊടുത്തു. ചിലർ പുഞ്ചിരി മാറാതെ ഖബറിൽ സന്തോഷത്തോടെ കിടക്കുന്ന കാണുന്നില്ലേ? കരയുന്നവരെയും കണ്ടില്ലേ? ദുനിയാവിൽ ചെയ്തു വെച്ച അമലുകളുടെ ഗതികൾക്കനുസരിച്ച് നൽകിയ മാറ്റങ്ങളാണ്. അള്ളാഹു നമുക്ക് സന്തോഷാവസ്ഥ തരട്ടെ. അള്ളാഹു നമുക്ക് നല്ല അവസ്ഥ തരട്ടെ. എന്നിട്ട് ഓരോന്നും പറഞ്ഞു കൊടുത്തു. അമ്മാ അസ്ഹാബു സുന്ദുസി, ആ പട്ട് ധരിച്ച ആളുകൾ ആരാന്നറിയോ? കേട്ടോളൂ. ഫഹും അഹ്ലുൽ ഖുലുഖിൽ ഹസൻ, സൽസ്വഭാവത്തിന്റെ ഉടമകളാണ്. സൽസ്വഭാവത്തിന് അല്ല കൊടുത്ത മാർക്ക. നല്ല പട്ട് വസ്ത്രം ധരിച്ചിട്ടാണ് അവർ ഉറങ്ങുന്നത്. കൊണ്ടുപോയി വെക്കുന്ന പട്ടിലാണോ? ഇവിടുന്ന് ഏതെങ്കിലും ആൾക്കാരെ കഫംപുട പട്ടായിട്ട് കൊണ്ട് ചോർമുണ്ട് ആർക്കെങ്കിലും കൊടുത്ത്? മഹാന്മാരെ ഖബറിന്റെ മേലൊരു പക്ഷെ പട്ട് ജാറ് മൂടിയിട്ടുണ്ടോ അല്ലേ? ഇത് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന അവസ്ഥയാ. സൽസ്വഭാവത്തിന് അള്ളാഹു തആല കൊടുക്കുന്ന സ്ഥാനം എത്ര വലുതാണെന്നറിയോ? ആഖിറത്തിലെത്തുമ്പോൾ മീസാന് ഒരു അമലും ചെയ്യാത്ത ആളെ മീസാനും കാണാൻ മേലോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്താ സംഗതി എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവരെ സൽസ്വഭാവം കൊണ്ട് മീസാന് കട്ടി കൂടിയതാണ്. നാളെ ആഖിറത്തിൽ മീസാനിൽ തുലാസിൽ കനം തൂങ്ങുന്ന ഒരു അമലാണ് അൽ ഖുലുഖുൽ ഹസൻ, നല്ല സ്വഭാവം. ഹുസ്നുൽ ഖുലുഖ്, ഹുസ്നുൽ ഖുലുഖുള്ള ആളുകൾക്കാണ് അല്ലാഹു തആല പട്ടുവസ്ത്രം കൊടുത്തത്. നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റം. ആരോടും, പുറത്തുള്ള നാട്ടുകാരോട് മാത്രമല്ല, അകത്തുള്ള ആൾക്കാരോടും. അകത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഭാര്യ മക്കളും, ഭാര്യമാരോടും മക്കളോടും ഓരോടൊക്കെ നല്ല പെരുമാറ്റം. പുറത്താള് നല്ല ഡീസന്റ് ആണ്, അകത്തെത്തിയ ആളാകെ പുലിയാണ്. അത് പറ്റൂല. അതല്ല, പുറത്താള് സൈലന്റ് ആണ്, എല്ലാരും പറയും സൈലന്റ് ആണ് ആള്. പക്ഷെ അകത്തെത്തി നോക്കുമ്പോൾ ആള് ചീറ്റപ്പുലിയാണ്. അവിടെ എത്തിയാൽ തന്നെ അപ്പുറത്തുള്ളവർ പറയും,
ആ പുരയിൽ ആൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. ആവശ്യത്തിനൊക്കെ ശബ്ദിക്കണം, ആവശ്യത്തിനൊക്കെ ഒച്ചടണം. എപ്പോഴും ഒച്ചപ്പാടായാലും എങ്ങനെ? ഒച്ചപ്പാട് മാത്രമേ ഉണ്ടാകുള്ളൂ. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ഉറക്കൊക്കെ പറയലൊക്കെ ഉണ്ടാകും, ശകാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതോടെ തീരും. പിന്നെ അതിൻ്റെ വെറുപ്പും കാര്യങ്ങളൊന്നുമില്ല. ആ പറഞ്ഞ ഉപദേശം കഴിഞ്ഞ് നല്ല സ്വഭാവത്തോടെ. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായും 3 തലങ്ങളാണ് മേളിക്കേണ്ടത് നല്ല സ്വഭാവങ്ങൾക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നും പരത്തി പറയാൻ സമയമല്ല, ഞാൻ ചുരുക്കി പറയാം. 3 സ്വഭാവങ്ങൾ മേളിക്കണം. നല്ല ഹുസ്നുൽ ഖുലുഖിന് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, തുഅ്തി മൻ ഹറമക്, നിനക്ക് തടഞ്ഞവർക്ക് നീ അങ്ങോട്ട് കൊടുക്കുക. കഴിയോ? ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാം. അതാണ് മനസ്സ് വേണ്ടത്. വിളിക്കാത്ത കല്യാണത്തിന് പോകുമോ? അങ്ങനെ പോകണം. ഞാനിവിടെ ആലോചിക്കുന്നത്, ഇത് വിഷയം പറഞ്ഞപ്പോൾ ഓർമ്മ എന്ന് ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളെയാണ്. അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. തങ്ങളെ ചരിത്രം ശേഖരിക്കാൻ വേണ്ടി ഞാൻ അവിടെയാണല്ലോ ഓതിയത്. ബഹുമാനപ്പെട്ട ചെറിയ പിസ്താൻ്റെ എടുത്ത് അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നല്ല ഹിമ്മത്ത് ഇസ്സത്ത് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. അപ്പോൾ തങ്ങളെ അനുസ്മരണ ഗ്രന്ഥം ഇറക്കാൻ വേണ്ടി ചരിത്രം ശേഖരിക്കാൻ പോയപ്പോൾ ഒരു മാഷ് എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ആളിപ്പോഴും ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ. അദ്ദേഹം ഒരു മാഷാണ്, ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിനോട് ഒരു അറബി മാഷ തോന്നുന്നുണ്ട്. എന്നോട് പറഞ്ഞു, വല്ലാത്ത ഒരു അനുഭവമാണ് തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഞാനൊരിക്കൽ തങ്ങളെ വീട്ടിൽ ചെന്ന് ഇടയ്ക്കിടയ്ക്കിങ്ങനെ സംസാരിക്കണ കൂട്ടത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയത്തിലൊരു പക്ഷത്താണ്, തങ്ങൾ വേറൊരു പക്ഷത്താണ്. അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമല്ലേ. അപ്പം എന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി തങ്ങളൊന്നിങ്ങനെ ചെറിയൊരു ഡോസ് ഇങ്ങനെ എനിക്ക് തന്നു. എൻ്റെ രാഷ്ട്രീയത്തെ പറ്റി തങ്ങളൊന്നിങ്ങനെ ചൂടാക്കിയതാ എന്നെ, ഒരു തമാശക്ക്. അപ്പോൾ എനിക്ക് നല്ലോണം ചൂടായി. തങ്ങൾ കാര്യത്തിലല്ല, തങ്ങൾ തമാശയില്ല. പക്ഷെ എനിക്ക് നല്ലോണം ചൂടായി. ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ കല്യാണം വന്നപ്പോൾ ഈ ചൂടിലാണ് ഞാനുള്ളത്. ഞാൻ തങ്ങളെ വിളിക്കാൻ വിട്ടുപോയി, വിളിച്ചില്ല. പക്ഷേ കല്യാണം തുടങ്ങുമ്പോൾ 10 മണി ആകുമ്പോഴേക്ക് തങ്ങൾ കല്യാണപ്പുരയിലെത്തി. ഞാനങ്ങ് കരഞ്ഞുപോയി. നീ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ വരുന്നു പറഞ്ഞു തങ്ങളും. തങ്ങൾ അതൊരു സ്നേഹമാണ്, അതൊരു ബന്ധമാണ്. എപ്പോഴെങ്കിലും ഒരു വർത്താനം പറഞ്ഞു ചെയ്തിട്ട് ബന്ധം മുറിയൊന്നുമില്ല. ചൂടായി നീട്ട് മുറിയണ ബന്ധാകാൻ പാടില്ല. ഒരിക്കൽ ചൂടായി പിന്നെ ദുന്യാവെന്ന് 2 നോക്കിയിട്ടില്ല, ആ ബന്ധമല്ല. ചൂടാകലൊക്കെ സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ ഉണ്ടാവൂലേ. ഒരിക്കൽ വർത്തമാനം പറയും, ചൂടോടെ പറഞ്ഞാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ടാവൂലേ. മനുഷ്യന്മാർ ചൂടും തണുപ്പൊക്കെ പ്രകൃതിപ്പെട്ടതല്ലേ. പിന്നെ നന്നാകണം, അങ്ങോട്ട് ചെന്ന് നന്നാകണം. ചൂടാക്കിയ ആളെന്നെ തങ്ങൾ രസമായിട്ട് ചൂടാക്കിയതാ. പക്ഷെ ആ തങ്ങളൊരു മനസ്സ് നോക്ക് നിങ്ങൾ, അവരൊരു സ്നേഹം നോക്ക്, അവരൊരു സ്വഭാവം നോക്ക് നിങ്ങൾ. അവരെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. തങ്ങൾ 10 മണിയാകുമ്പോഴേക്ക് കല്യാണപ്പുരയിൽ വന്നപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എല്ലാ കല്യാണങ്ങളും തങ്ങൾ ദ്വാരന്നിട്ട് തുടക്കം കുറിക്കും. അവിടെ ഞാനും, നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ വരും. എന്താ വർത്താനം? നമ്മളാരെങ്കിലും പറയോ? നമ്മളെങ്ങനെ പറയാറോ? എന്നെ അങ്ങാടിന്ന് സിറ്റിന്നാ വിളിച്ചു, പുരയിലൊന്നും വിളിച്ചില്ല, അതുകൊണ്ട് പോകില്ല. നമ്മളാരാ സഹോദരങ്ങളെ? അവരാരാന്ന് കൂട്ടി നോക്ക്. അവരെത്ര ആരാധനയുള്ള മഹാന്മാരാ. നമ്മൾ പറയാം നമ്മളെ ഡിമാൻഡോണ്ടേ ഞാൻ പോകൂല. എന്നെ ആ പള്ളിയിൽ നിന്നുണ്ട് ഇറങ്ങുമ്പോൾ അവിടുന്ന് വിളിച്ചത്. പിന്നെ നിന്നെ കാണാൻ എവിടെ വരണം? ആരാ നമ്മൾ? എവിടുന്നെങ്കിലും വിളിച്ചാൽ പോരെ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഇങ്ങനെ കുപ്പായത്തിലൊരു മഞ്ഞ കറങ്ങനെ കണ്ടപ്പോൾ, ഇതൊരു മഞ്ഞ നിറം, അത്രയൊക്കെ പുതിയ തേച്ച്. കല്യാണം കഴിഞ്ഞോ? തങ്ങൾ ചോദിച്ചു. അതേ നബിയെ, കല്യാണം കഴിഞ്ഞു. കണ്ടോ? എന്നോട് പറയാതെ നിങ്ങൾ കല്യാണം കഴിച്ചോ? ഞാൻ ഞങ്ങൾ പോയിക്കോളി, ഇവിടുന്ന് വേണ്ട. അങ്ങനെ പറഞ്ഞോ? തങ്ങൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തങ്ങൾ ചോദിച്ചു, തസവ്വജിത ബിക്രൻ നം സയ്യിബൻ, നിങ്ങൾ നല്ല കന്യക പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്, അതല്ല നേരത്തെ ഒരാൾ കല്യാണം കഴിച്ചു ഒഴിവാക്കിയ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്? തസവ്വജിതു സയ്യിബൻ, നബിയെ ഞാൻ വേറൊരാൾ കല്യാണം കഴിച്ചു ഒഴിവാക്കിയൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത്. അതെന്തേ നിങ്ങൾ അങ്ങനെ ചെയ്തത്? തങ്ങൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത്. അവിടെ ചുണ്ടിയില്ല, ചൂടില്ല, വിളിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല, ഒന്നുമില്ല. നോക്ക് നിങ്ങളെ സ്വഭാവം. തങ്ങൾ ചോദിക്കുന്നു, ഹല്ലാ ബിക്രൻ തുലായിബുഹാവ് തുലായിബുക്ക്, നിങ്ങൾക്കും അവർക്കൊക്കെ രസം പങ്കിടാൻ പറ്റുന്ന നല്ലൊരു മധുര 17കാരിയെ കല്യാണം കഴിച്ചുവിടായിരുന്നില്ലേ? നല്ലൊരു ബിക്രായ പെണ്ണിനെ. അപ്പോൾ പറഞ്ഞു ജാബിർ റളിയല്ലാഹു നബിയെ, എൻ്റെ അപ്പ ഷഹീദാകുമ്പോൾ വീട്ടിലുള്ള പെങ്ങന്മാരൊക്കെ ചെറിയ കുട്ടികളാണ്. അവരിലേക്ക് ഞാൻ അവരെ കളിക്കൂട്ടുകാരിയായ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ അവരെ നോക്കാനും കൂടി ഒക്കുന്നൊരു പെണ്ണാകൂലല്ലോ. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു പക്വതയുള്ള നല്ല ഒരു വിധവയായ പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചത്. തങ്ങൾ ദ്വാരന്ന് കൊടുത്തു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നും പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, വല്ല വലീമത്തും കൊടുത്തോ, സദ്യം കൊടുത്തോ? ഇല്ല നബിയെ, സദ്യ ഒന്നും കൊടുത്തില്ല. എന്നാ പിന്നെ കൊടുക്കണം. ഔലിം മലോ ബിഷാത്തിൻ, ഒരാടിനെ അറുത്തിട്ടെങ്കിലും ഒരു സദ്യ കൊടുക്കണം. ഒരാടിനെ അറുത്തിട്ട് പറഞ്ഞാൽ തോനാളൊന്നും വിളിക്കാൻ കഴിയൂല. ഒട്ടകത്തല്ല, ആടിനെ പറഞ്ഞേ. ഒരാടിനെ അറുത്തിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നല്ലൊരു സദ്യ കൊടുക്കണം. കണ്ടോ നിങ്ങൾ? കല്യാണം കഴിഞ്ഞിട്ട് പ്രഗത്ഭനായ സ്വഹാബിയല്ലേ ജാബിർ റളിയല്ലാഹു അൻഹു, തങ്ങൾ വല്ല വിരോധവും പറഞ്ഞു.
നമ്മൾ അങ്ങാടിന്ന് വിളിച്ചു, പള്ളിയിലെങ്കിലും വിളിച്ചല്ലോ എന്നല്ല കരുതേണ്ടത്. എന്നെ പള്ളി വിളിച്ച് കൊണ്ട് ഞാൻ പോകില്ല. അപ്പൊ പുരക്കാര് പറയാം, ഇവിടെ വന്നിട്ട് കത്ത് തന്നിട്ട് നിങ്ങളെ കാണാത്തോണ്ടാണ്. അതൊന്നും ശരിയാവൂല. നമ്മൾ ആരാ? ആ വക ഡിമാൻഡ് ഒന്നും വേണ്ട സഹോദരങ്ങൾ. അതൊക്കെ നല്ല സ്വഭാവമല്ല. തൊഴുത്തി മൻഹറമക്, തടഞ്ഞവർക്ക് കൊടുക്കാൻ കഴിയുക, ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള മനസ്സ്. നമ്മൾ ചോദിച്ച ഒരാളോട്, അയാൾക്ക് നല്ല സമ്പത്തുണ്ടായിരുന്നു, പക്ഷെ അന്ന് തന്നില്ല. ഇന്ന് അയാൾ പരമദരിദ്രനാണ്, നമുക്കറിയാൾ അവസ്ഥ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം. നമ്മൾ ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയാണ് അന്ന്, പക്ഷെ അന്ന് നല്ലോണം ഉണ്ടായിരുന്നു. ഇന്ന് ആള് പരമദരിദ്രനാണ്. ദരിദ്രനാ നമുക്കറിയും, നമ്മളോട് വന്ന് ചോദിക്കണ്ട, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അതാണ് ആ സ്വഭാവം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത്തത് തസ്വിലു മൻ ഖതഅക്, മുറിച്ച ബന്ധങ്ങളെ നീ ചേർക്കുക. മുറിഞ്ഞ ബന്ധങ്ങൾ നീ ചേർക്കുക. ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും, പക്ഷെ അള്ളാഹിന്റെ അടുത്ത് താഴ്വിൽ ആള് വലിയ ഉയർച്ചയിലാണ്. ജനങ്ങൾ പറയും, നീ എന്തിനാ താഴ്ന്നു കൊടുത്തതെന്ന്. ഒരു താഴ്ചയല്ല അത് ഉയർച്ചയാണ്. ഉയർച്ചക്ക് ഒരു താഴ്ച ഉണ്ടാവൂലേ? ഒരു താഴ്ച അല്ല, അത് ഉയർച്ചയാണ്. എവിടെയും അറ്റുപോയ ബന്ധങ്ങൾ ചേർക്കുക നല്ല സ്വഭാവമാണ്. എത്ര ബന്ധങ്ങളെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് കൊടുത്തത്. തങ്ങൾ വഫാത്താകുമ്പോൾ മദീനയിൽ ഒരൊറ്റ കുടുംബം പിണങ്ങിക്കടിയുന്ന ബന്ധം മുറിച്ചൊരൊറ്റ കുടുംബമല്ല, എല്ലാവരെയും പൂരിപ്പിച്ച് മനസ്സിണക്കി സമാധാനത്തോടെ സാഹോദര്യത്തോടെ കോർത്തിണക്കിയിട്ടാണ് തങ്ങൾ ലോകത്ത് നിന്ന് വിട വാങ്ങുന്നത്. തസ്വിലു മൻ ഖതഅക് തുഅ്തി മൻ ഹറമക് തഅഫു അമ്മൻ ളലമക്, ആക്രമിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കുക. ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, അവരെ ഇൽമു കുറവുകൊണ്ടല്ലേ, ബുദ്ധിക്കുറവുകൊണ്ടല്ലേ, വിട്ടുകൊടുക്കുക. അള്ളാഹു നമുക്ക് വിട്ടു തരൂലേ? ഓല ബുദ്ധിമോശം കൊണ്ടല്ലേ നമ്മളെന്തിനാ പുറത്ത് തരൂല എന്ന് പറഞ്ഞത്. മെരിച്ചിയിൽ അയാൾക്ക് വിട്ടുകൊടുത്താൾ. അപ്പൊ ചിലർ മെരിച്ചിട്ടല്ലേ ഉള്ളൂ, മാഷറിലെത്തിയിട്ടില്ലല്ലോ, അവിടെ നോക്കാം. അല്ലാഹു റബ്ബി, അയാൾ മെരിച്ചിയില്ല, ഞങ്ങൾ പുറത്തു കൊടുത്താളി എന്ന് പറയുമ്പോഴേ ഈ പുറത്ത് കൊടുക്കാനുള്ള ആള് ചോദിക്കുന്ന ചോദ്യമാണ്, മരിച്ചിട്ടല്ലേ ഉള്ളൂ, മാഷറിലെത്തിയില്ലല്ലോ, അവിടെ നോക്കാം. അപ്പൊ ഇയാളൊക്കെ രേഖയൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ് മാഷറിൽ മറ്റാളെ ചോദ്യം ചെയ്യാനായിട്ട്. അള്ളാഹു നമുക്ക് മാപ്പ് തരണ്ടേ? അക്രമികൾക്ക് മാപ്പ് കൊടുക്കുക. ഇതാണ് സൽസ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൽസ്വഭാവികളാണ് പട്ടി വിരിച്ച് കിടക്കുന്നത്. അടുത്ത കണ്ടില്ലേ, അമ്മാ അസ്ഹാബുൽ ഹരീരി വദ്ദീബാജ്, കട്ടിപ്പട്ടും നല്ല പട്ടുവസ്ത്രവും ധരിച്ച് നല്ല സന്തോഷത്തോടെ ഉറങ്ങുന്ന മഹാന്മാര്. ഫഹുമുശ് ശുഹദാ, അവര് രക്തസാക്ഷികളാണ്. അമ്മ അസ്ഹാബുർ റൈഹാൻ, നല്ല സുഗന്ധങ്ങൾ, സുഗന്ധ പുഷ്പങ്ങൾ അവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ സുഗന്ധ ചെടികളും പുഷ്പങ്ങളും വിതറിയിട്ട് ഉറങ്ങുന്ന ആൾക്കാരെ കണ്ടില്ലേ? ഫഹുമുസ്വായിമൂൻ, നോമ്പുകാരായിട്ട് മരിച്ചുപോയവരാണ്, നോമ്പ് നോറ്റിട്ടങ്ങ് പിരിഞ്ഞു പോയവർ. ചിരിച്ചു കിടക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? ഫഹും അസ്ഹാബുത് തൗബ, ദുനിയാവുന്ന് തൗബ ചെയ്ത് പിരിഞ്ഞു പോയവരാണ്. അല്ലാഹ് തൗബ സ്വീകരിച്ച സന്തോഷം കൊണ്ട് ഇപ്പോഴും അവർ ഖബറിൽ ചിരിയിലാണ്, സന്തോഷത്തിലാണ്, ഉല്ലാസത്തിലാണ്. വഅമ്മാ അസ്ഹാബുൽ ബുകാ, കരഞ്ഞു കിടക്കുന്ന ആളുകളെ കണ്ടോ? ഫഹുമുൽ മുദ്നിബൂൻ, മഹാകുറ്റം ചെയ്ത് പിരിഞ്ഞുപോയ ആളുകളാണ്. അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ മാപ്പാക്കി തരട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു, നമുക്ക് സമയമായി പോയി. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളതിലേക്ക് വരാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. നല്ലോണം ഖബറാളികൾക്ക് വേണ്ടി ഹദിയ കൊടുക്കണം, സ്വതക കൊടുക്കണം, അവർക്ക് സന്തോഷം കൊടുക്കണം. മരിച്ചുപോയ ഖബറാളികളില്ലേ, അവർക്ക് കൊടുക്കുന്ന വലിയൊരു സന്തോഷമാണ് സിയാറത്ത്. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർ സിയാറത്ത്, അത് ഖബറാളിക്ക് വലിയൊരു സന്തോഷമാണ്. ബാപ്പക്ക് ഉമ്മക്ക് മക്കൾ ചെയ്യുന്ന, കുടുംബക്കാർക്ക് ഉസ്താദുമാർക്ക് മക്കൾ ചെയ്യുന്ന സന്തോഷങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷം അവരെ ചാരത്ത് പോയിട്ടൊരു സലാം പറയലാണ്. എത്ര കാലമായാലും അത് വിട്ടുപോകരുത്, എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലും വിസ്മരിച്ചു പോകരുത്. നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലത്ത്, ഇപ്പോഴും ചില നാടുകളിലൊക്കെ ഉണ്ട്, വെള്ളിയാഴ്ചയായാൽ ജുമുഅക്ക് ശേഷം ഒരു സലാം പറയാതെ പോരൂല. ബാപ്പക്കൊരു സലാം പറയട്ടെ, ഉമ്മക്കൊരു സലാം പറയട്ടെ, തിരക്കാണ് എന്നാലും ഒരു സലാം പറയട്ടെ. ഹജ്ജ് കഴിയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മക്കയിൽ നിന്ന് നേരെ മദീനയിലേക്ക് വരും. ഒന്ന് സിയാറത്ത് ചെയ്തിട്ടാണ് പിന്നെ മക്കയിലേക്ക് തിരിച്ചു പോകുന്നത് പതിവാണ്. അതുകൊണ്ടാണ് മദീന സിയാറത്ത്, ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നത്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ കിതാബുൽ ഹജ്ജിലാണ് അത് രേഖപ്പെടുത്തി
നടത്തിയത് കാണുന്നത്. കിതാബുൽ ഹജ്ജിന്റെ അവസാനം കാണാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്യണം, എങ്ങനെ സലാം പറയണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ സലാം തുടങ്ങണം, ഏത് ബാബിലൂടെ പോകണം എന്നൊക്കെ വിവരിച്ചിരിക്കുന്നത് അവിടെയാണ്. അത് സ്വഹാബത്തിന്റെ ഒരു പതിവാണ്. ഹജ്ജ് കഴിഞ്ഞാൽ ഒന്ന് വന്ന് സിയാറത്ത് ചെയ്യുക. ഹജ്ജിന് പോയി സിയാറത്ത് ചെയ്യാതെ ഒരു സലാം പോലും പറയാതെ പോരുന്ന ദുഷ്കന്മാരുണ്ട്, പിണക്കന്മാരുണ്ട്, ഹതഭാഗ്യരാണ്. മൻ ഹജ്ജ ഫലം യസുർനി, ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ പോകുന്നവൻ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. ലക്ഷങ്ങൾ മുടക്കിയിട്ട് മദീന സിറ്റി കാണുന്നുണ്ട്, തോട്ടങ്ങൾ കാണുന്നുണ്ട്, ഖൈബറിലേക്ക് പോയിട്ടുണ്ട്, ഖന്തക്കിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഹബീബായ തങ്ങളോടൊരു സലാം പറയാൻ അവരെ മനസ്സിന് സമ്മതമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു സലാം പറയാതെ എങ്ങനെ തിരിച്ചു പോരും മദീനയിൽ നിന്ന്? എത്ര കടികട്ടിയുള്ള മനസ്സാ സഹോദരങ്ങളെ, എത്ര കട്ടിയുള്ള മനസ്സ് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒരു സലാം പറയാം, ഫാത്തിഹ ഒന്നും ഓലോതണ്ട, ഒരു സലാം പറയാൻ. സലാം പറഞ്ഞേക്കണേ, അത് പറ്റൂല. ആ പള്ളിയിലല്ലേ അവർ നിസ്കരിച്ചത്, തൊട്ടടുത്തല്ലേ അവർ യഹൂദൊക്കെ അവർ പോയി കണ്ടില്ലേ, ബദറും അവർ പോയി കണ്ടില്ലേ? ഒന്നൊരു സലാം പറയാൻ. അത് ഞങ്ങൾ ടൂർ എന്നുള്ളവർക്ക് പോയതാണെന്നാ ചോദിക്കുമ്പോൾ പറയുന്നത്. അവിടൊക്കെ നിങ്ങൾ പോയില്ലേ ചുമ്മാ ടൂർ എന്നുള്ളവർക്ക് പോയതാണ്. ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് നല്ല ഹദിയകൾ കൊടുക്കണം, സന്തോഷങ്ങൾ കൊടുക്കണം. അതിലേറ്റവും വലിയ സന്തോഷമാണ് അവരെ സിയാറത്ത് ചെയ്യുന്നത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ നാളെയും മറ്റന്നാളൊക്കെ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. 2 ആയത്തുകളാണ് വിശദീകരിച്ചത്, ചെറിയ നിലക്ക് വിശദീകരിച്ചതാണ്. വിശദമായി പിന്നെയും കേൾക്കുന്ന ക്ലാസ്സുകളിൽ നിന്നൊക്കെ പഠിക്കണം. വിശുദ്ധ ഖുർആൻ ധാരാളം അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണല്ലോ. ധാരാളം പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.